ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിന്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം മെഡിറ്റേഷനാണ്. എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ സൈഡിലെ അല്ലെങ്കിൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളുടെ ഇടയിൽ ഇത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു വിഷയമില്ല എന്നുള്ളതാണ്. കാരണം ചിലരെല്ലാം കരുതുന്നത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തികച്ചും മതപരമായ അല്ലെങ്കിൽ വിശ്വാസങ്ങളിലൂടെ കടന്നു പോകേണ്ടതുള്ള ഒരു കാര്യമായിട്ടാണ് ഒരു മെജോറിറ്റിയും കരുതുന്നത്. ഇനി അതിൽ തന്നെ ചിലർ കരുതുന്നത് അതീന്ദ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള എന്തൊക്കെയോ കഴിവുകൾ നേടാനുള്ള, അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാനുള്ള, അത്ഭുതങ്ങൾ പ്രകടമാക്കാനുള്ള ഒരു കഴിവ് ആർജിക്കുന്നതിനുള്ള ഒരു സൂത്രപ്പണിയായിട്ടും ചിലരെങ്കിലും മെഡിറ്റേഷനെ കാണാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ ചില ക്ലാസ്സുകളിൽ പറയാറുമുണ്ട്, എനിക്ക് തോന്നുന്നത് പ്രപഞ്ചവുമായിട്ട്, പ്രപഞ്ചബോധവുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് മെഡിറ്റേഷൻ എന്നുള്ളതാണ്. അത് പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, അവനവനെ അറിയുന്നതിനുള്ള അല്ലെങ്കിൽ അവനവന്റെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുന്നതിനുള്ള, അതിലൂടെ അസാധാരണമായ വിധത്തിലുള്ള മാനസിക വൈകാരിക ശ്രേഷ്ഠതകൾ സ്വായത്തമാക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടും നമുക്ക് മെഡിറ്റേഷനെ കാണാം. നമ്മൾ ശാരീരികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നല്ല ഫുഡ് കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യശീലങ്ങൾ നമ്മൾ നോക്കാറുണ്ട്, വ്യായാമം ചെയ്യാറുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ മനസ്സിന്റെ കാര്യത്തിൽ മനസ്സിനെ ഒന്ന് ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ വേണ്ടി, അതുപോലെ മനസ്സിനെ കുറച്ച് ശാന്തമാക്കാൻ, സമാധാനത്തിലേക്ക് നയിക്കാൻ ഒക്കെ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്യുന്നത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്കറിയാം, നമ്മൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നാല് അല്ലെങ്കിൽ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വന്നാല് അപ്പൊ തന്നെ ഒന്ന് കുളിക്കുകയോ വൃത്തിയാവുകയോ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒന്ന് കൈയും മുഖവും കഴുകുകയോ ഒക്കെ ചെയ്യും, അല്ലേ? അതുപോലെ ഒരു കാര്യം, ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡിന് ശേഷമൊക്കെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ നമ്മൾ ആ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൈ സാനിറ്റൈസ് ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് കഴുകാറെങ്കിലും ഉണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മനസ്സുകൊണ്ട് നമ്മൾ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളിലൂടെ, കേൾവികളിലൂടെ, അനുഭവങ്ങളിലൂടെ ഒക്കെ, ഇടപെടലുകളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. വെറുതെ ഒരൊറ്റ പ്രാവശ്യം നമ്മളൊന്ന് വാട്സപ്പ് ഓൺ ചെയ്തിട്ട് സാധാരണ കുറച്ച് ഗ്രൂപ്പുകളിലൂടെ ഒന്ന് കടന്നുപോയി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ശരാശരി വ്യക്തിയുടെ മാനസികാവസ്ഥ? മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമ്മൾ കാണുന്ന വാർത്തകള്, നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വയം തീരുമാനിച്ചോളൂ. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹവുമായിട്ട് തീർച്ചയായിട്ടും ഒരു ബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ യാദൃശ്ചികമായിട്ട് FB-യിലാണോ വാട്സപ്പിലാണോ എന്നറിയില്ല, FB-യിലാണ് ഒരു കാഴ്ച കാണുകയുണ്ടായി. വളരെ ചുരുക്കി മാത്രം പറയാം, അത് സെൻസർ ചെയ്ത് മാത്രം പറയാം. അതായത് ക്രിസ്മസ് സെലിബ്രേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ഒരു കവലയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രീ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, അതിൽ കുറച്ച് സ്റ്റാർസ് ഒക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ കുറച്ച് യുവാക്കള് പൈസ പിരിവ് നടത്തുകയാണ്. ഈ വരുന്ന വാഹനങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് പൈസ പിരിവ് നടത്തുകയാണ്. അപ്പോൾ ആരോ ഒരു ഡ്രൈവർ പറയുന്നുണ്ട്, ഒരു കാറിലെ ഡ്രൈവർ പറയുന്നുണ്ട്, ഞാൻ പൈസ തരില്ല, അതിന് മാത്രം നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? കാര്യം ശരിയാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്തും തീർച്ചയായിട്ടും ന്യായമുണ്ട്. ഒരു പണപ്പിരിവ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും അവർ ചെയ്തിട്ടില്ല. ഒരു കോലിങ്ങനെ നാട്ടിയിട്ടുണ്ട്, 3-4 സ്റ്റാർ തൂക്കിയിട്ടുണ്ട്, അത്ര തന്നെ. അതായത് പിരിവിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണെന്ന് നമുക്ക് വ്യക്തം. എന്താ പറയുന്നത്, ഏറ്റവും ഒടുവിൽ ആ ഡ്രൈവർ ഇങ്ങനെ തർക്കിക്കുന്നുണ്ട്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ഒന്നുമല്ല, സാധാരണ ഒരാൾ. അപ്പോ എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ച് വാഹനത്തിന് പുറത്തേക്ക് ഇട്ടിട്ട് മർദ്ദിക്കുന്നതും അതിൽ വീഡിയോ എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങളാണ്. ഞാനിത് യാദർശികമായിട്ട് കണ്ടതാണ്.
അപ്പോ ഞാനത് കണ്ടതിന് കാരണം ആ ഒരു സാഹചര്യത്തെ അദ്ദേഹം എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. പക്ഷെ പിന്നീട് ഞാൻ കുറെ അധികം ചിന്തിച്ചു ഏതൊക്കെ വിധത്തിൽ അദ്ദേഹത്തിന് അത് ഡീൽ ചെയ്യാമായിരുന്നു എന്നുള്ളത് ചിന്തിച്ചു. ഒന്നുകിൽ ഒരു 10 രൂപ എടുത്തു കൊടുത്താൽ ആ സാഹചര്യം വിട്ടു പോകാം. ഇനി അതിനെതിരെ പ്രതികരിക്കണ്ടേ എന്ന് ചോദിച്ചാൽ അതുമാകാം, ശരിയാണ്. അതൊക്കെ അവരവരുടെ ഹിതം പോലെ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലുണ്ടായ ഒരു അസ്വസ്ഥത മനസ്സിലാവുന്നുണ്ട്, അതൊന്നും അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെല്ലാം അസ്വസ്ഥതകളിലൂടെ മനസ്സുകൊണ്ട് നമ്മൾ ദിവസേന ദിവസേന എന്നല്ല മിനിറ്റ് കണക്കിന് കടന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും ആ, ഏറ്റവും ഒരു എന്താ പറയാ അപകടകരമായെന്നോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഈ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യകരമായിട്ടുള്ള നിലയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു സാധാരണ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വയം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കുക. ഒന്ന്, ഇനി അതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകും, അല്ലെ? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കൈ കഴുകുമ്പോൾ ശരീരശുദ്ധി വരുത്താറുണ്ട്. പക്ഷെ മനസ്സിന്റെ ശുദ്ധി എപ്പോഴാണ്, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ആരെങ്കിലും ഒക്കെ വരുത്താറുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സാധാരണഗതിയിൽ ഈ സ്കൂളുകൾ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. അതിനെയും കുറെ പേരൊക്കെ എതിർക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആ പ്രാർത്ഥന മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള, മനസ്സിനെ ഒരു പരിധിവരെയെങ്കിലും ശുദ്ധമാക്കാനുള്ള ഒരു മാർഗം തന്നെയാണ്. ചിലപ്പോഴെങ്കിലും അതിൽ വിശ്വാസങ്ങൾ കലർത്തുന്ന സമയത്തായിരിക്കും ചിലർക്കെങ്കിലും അതിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. അതിനപ്പുറം വിശ്വാസങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും ശുദ്ധമായ വിധത്തിൽ, ഏറ്റവും ശാസ്ത്രീയമായ വിധത്തിൽ തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കാനും അതിന്റെ എഫിഷ്യൻസിയെ വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് ഈ പറയുന്ന വിധത്തിലുള്ള മെഡിറ്റേഷൻസ് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവിടെയും പലരുടെയും തെറ്റിദ്ധാരണ, എനിക്ക് തോന്നുന്നത് പലരുടെയും തെറ്റിദ്ധാരണ, മെജോറിറ്റിയും കരുതുന്നത് വളരെ ശാന്തമായ ഒരിടത്ത്, അല്ലെങ്കിൽ ഒരു ശബ്ദശല്യങ്ങളൊന്നുമില്ലാത്ത, ലൈറ്റിന്റെ ക്രമീകരണങ്ങളുള്ള ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരിടത്ത് കണ്ണുകൾ അടച്ച് ഒരു പ്രത്യേക വിധത്തിൽ ഇരുന്ന് ചെയ്താൽ മാത്രമേ അത് മെഡിറ്റേഷൻ ആകൂ എന്ന് ചിലരെങ്കിലും കരുതുന്നുണ്ട്. അത് അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് അതിനുള്ള സാഹചര്യമൊന്നുമില്ല സാറേ എന്ന് പറയാറുണ്ട്. നോക്കൂ, നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഒരു പ്രത്യേക സംവിധാനങ്ങളുടെയോ ക്രമീകരണങ്ങളുടെയോ ഒന്നും ആവശ്യമുണ്ട് എന്ന് തോന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ട് മാത്രം, അങ്ങനെ ഒരു ക്രമീകരണം ഇല്ലാത്തത് കൊണ്ട് മാത്രം മെഡിറ്റേഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. അതാത് സമയങ്ങളിൽ എന്താണോ നമ്മുടെ സാഹചര്യം, എന്താണോ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്, അതാത് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഏറ്റവും ശാന്തമാക്കാം, ഏറ്റവും സുഖകരമായിട്ടുള്ള സമാധാനപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് നയിക്കാം. ഇപ്പോ ഒരു ഒരു കുഞ്ഞു മാർഗം, വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ മനസ്സ് ഒന്ന് അസ്വസ്ഥമായി എന്നിരിക്കട്ടെ. അത് ഒരു കാഴ്ച കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു വാക്ക് കേട്ടുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു പ്രവൃത്തി കാരണമാകാം. നമുക്ക് ചിലപ്പോ യാത്ര ചെയ്യുന്ന സമയമായിരിക്കാം, അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയമായിരിക്കാം. അവിടെ ഈ പറഞ്ഞത് മാതിരിയുള്ള സാഹചര്യങ്ങളൊന്നും നമുക്ക് സാധ്യമല്ല. പക്ഷെ സാധ്യമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു നിമിഷം ഒന്ന് ഒന്ന് കണ്ണടച്ചിട്ട് ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക. അതിനെ ഒന്ന് നിരീക്ഷിക്കുക. അതായത് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കുന്നതിനെ പോലും നമ്മൾ നിരീക്ഷിക്കണം. നോക്കൂ, ജനിച്ചത് മുതൽ ഇന്ന് വരെ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ണുകൾ അടച്ചിട്ടുണ്ട്. ഇമ വെട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ കണ്ണുകൾ അടച്ചിട്ടുണ്ട്. പക്ഷെ ആ കണ്ണുകളെ അടയ്ക്കുന്നതിനെ, ആ കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ മങ്ങിപ്പോകുന്ന ആ കാഴ്ചകൾ, അല്ലെങ്കിൽ കണ്ണിമകള് താഴ്ന്നു വരുന്ന സമയത്ത് കാണുന്ന ആ കാഴ്ചകളെ, ഒരു വാതിലടയ്ക്കുമ്പോൾ മാഞ്ഞു പോകുമ്പോഴെന്ന പോലെയുള്ള കാഴ്ചകളെ എത്ര പ്രാവശ്യം നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്? അങ്ങനെയുള്ള എത്ര കാഴ്ചകൾ ഇപ്പൊ മനസ്സിലുണ്ട്?
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതടക്കമുള്ള കാര്യങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക. അതുപോലെ ശ്വാസം, ആ ശ്വാസത്തെ സുഖകരമായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നതിന് അത് വളരെ ഹൃദ്യമായിട്ട് ആസ്വദിച്ചുകൊണ്ട് ഓരോ കണങ്ങളും, വായുവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല എങ്കിലും അനുഭവിക്കാൻ സാധ്യമാണ്. ഓരോ കണങ്ങളും സാവധാനം നമ്മുടെ മൂക്കുകളിലൂടെ, നാസാരന്ധ്രങ്ങളിലൂടെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്നത്, നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് വ്യാപിക്കുന്നത്, ശ്വാസകോശങ്ങൾ വികസിക്കുന്നത്, ചുരുങ്ങുന്നത്, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൽ സംഭവിച്ചേക്കാവുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു നിമിഷം മനസ്സിലൊന്ന് കാണുക. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരൊറ്റ പ്രോസസ്സ് ചെയ്തു വരുമ്പോഴേക്കും പരമാവധി 10 സെക്കൻഡ്. ഈ ഒരൊറ്റ പ്രോസസ്സ് ചെയ്തു വരുമ്പോഴേക്കും മനസ്സ് എത്രമാത്രം ശാന്തമാവുമെന്നറിയാമോ? പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത്രമാത്രം മനസ്സിനെ ശാന്തമാക്കാൻ, മനസ്സിനെ ഏകാഗ്രമാക്കാൻ തീർച്ചയായിട്ടും ഇതിലൂടെ സാധിക്കും. ഒന്ന്. അതുപോലെ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പലർക്കും ആ ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാതിൽക്കൽ പോയി നിൽക്കുമ്പോൾ അസാധാരണമായ വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ എക്സാമുകൾ എഴുതുന്നതിന് മുൻപായിട്ട്. അപ്പോൾ എക്സാമുകൾ എഴുതുന്നതിന് മുൻപായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളും മാനസിക സംഘർഷങ്ങളും ഒക്കെ നമ്മൾ ശരിക്കും നന്നായിട്ട് പഠിച്ചിരിക്കുന്ന, നല്ല ഹൃദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളെ പോലും ആൻസർ ഷീറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത വിധത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് വ്യക്തികളെ നയിക്കാറുണ്ട്. അപ്പോൾ ആൻസർ ഷീറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞതുപോലെ ഒരു 10 നിമിഷം അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കാൻ, നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അവിടെയും അസാധാരണമായ വിധത്തിലുള്ള മാറ്റം, അസാധാരണമായ വിധത്തിലുള്ള ശാന്തതയും സമാധാനവും, അതുപോലെ തന്നെ മനസ്സിൻ്റെ എഫിഷ്യൻസി വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിക്കുന്നതുമെല്ലാം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. വളരെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നോക്ക്, ഇവിടെ ഇത്തരം സാഹചര്യങ്ങളിൽ, ഈ പറഞ്ഞ 3 സാഹചര്യങ്ങളിൽ, ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലായാലും ശരി, ഒരു എക്സാം ഹാളിലായാലും ശരി, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിലായാലും ശരി, നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള ഒരു സാഹചര്യങ്ങളും നമുക്കവിടെ ലഭിച്ചുകൊള്ളണം എന്നില്ല. ശാന്തമായിരിക്കാൻ ഇടം കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ശബ്ദം ആകെ മുഖരിതമായിരിക്കും ആ ഇടങ്ങളിലെല്ലാം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിനെ ഒന്ന് വ്യാപിപ്പിക്കാൻ, അതുപോലെ തന്നെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു ചെറിയ പ്രക്രിയയിലൂടെ വളരെ നന്നായിട്ട് തന്നെ സാധിക്കും. ഒന്ന്. അതുപോലെ തന്നെ നമ്മൾ ശരീരം ക്ഷീണിക്കുന്ന സമയത്ത്, ഒരു യാത്ര പോയിട്ട് വന്നാൽ, അല്ലെങ്കിൽ കുറേ സമയം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കും, അല്ലേ? പക്ഷേ മനസ്സിന് എത്ര പേര് റെസ്റ്റ് കൊടുക്കുന്നുണ്ട്? ഏ? നമ്മൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ മാനസികമായിട്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ റെസ്റ്റ് കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒരു മാനസിക സംഘർഷം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് പോലും ചിന്തകള്, ഒരു ചിന്തയുടെ മേൽ മറ്റൊരു ചിന്ത, മറ്റൊരു ചിന്ത, മറ്റൊരു ചിന്ത എന്ന് പറഞ്ഞതുപോലെ അതിന് കൂടുതൽ ഓവർലോഡ് കൊടുക്കുക എന്നുള്ളതിന് അപ്പുറം, നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും അവിടെയും ഓവർലോഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനപ്പുറം മനസ്സിന് ഒരല്പസമയം ശാന്തമായിട്ട് വിശ്രമിക്കാൻ, മറ്റെല്ലാത്തിൽ നിന്നും വിടുതൽ കൊടുത്തുകൊണ്ട് സുഖകരമായിട്ട് ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു സാഹചര്യം എത്ര പേര് കൊടുക്കുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോ വല്ലാത്ത ഈ വാഗ്വാദങ്ങളൊക്കെ ഇല്ലേ, തർക്കങ്ങള്, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ വല്ലാതെ തർക്കിക്കും, വല്ലാതെ അപ്പോൾ ജയിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മുൻനിർത്തിക്കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളെയും മറക്കും, ധാർമ്മികതയെ മറക്കും, ബന്ധങ്ങളെ മറക്കും, നമ്മുടെ വിലയും നിലയും എല്ലാം മറന്നുകൊണ്ട് തർക്കങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികള് പിന്നീട് പോയിരുന്ന് ആലോചിക്കും, ഞാൻ അത് പറയേണ്ടിയിരുന്നില്ല, ആ വാക്ക് ഞാൻ പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അയാളോട് പറയേണ്ടിയിരുന്നില്ല. എന്താ കാര്യം? ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് വല്ലാതെ സംഘർഷമുഖരിതമായിരുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ ആ തർക്കം തുടങ്ങി 10ാമത്തെ സെക്കൻഡ് അല്ലെങ്കിൽ 30ാമത്തെ സെക്കൻഡില് നിങ്ങൾ ഒന്ന് കണ്ണടച്ച് ഒരു ദീർഘനിശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ട് മനസ്സിനെ ശാന്തമാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഇടത്ത് എന്താണ് പറയേണ്ടത്, എന്താണ് പെരുമാറേണ്ടത്, എന്താണ് പറയാതിരിക്കേണ്ടത്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ മനസ്സിന്റെ എഫിഷ്യൻസി അത്രമാത്രം വർദ്ധിക്കും. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. കുറച്ചുകൂടി വിശാലമായിട്ട് നമുക്ക് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മെഡിറ്റേഷനിലൂടെയുള്ള മറ്റൊരു ഗുണം, നമ്മുടെ മനസ്സിനെ കൂടുതൽ വിശാലമാക്കാൻ സാധിക്കും. എന്തിനാ മനസ്സിനെ വിശാലമാക്കുന്നത്?
ഒരു ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരാം. ഒരിക്കലേ ഒരു ഗുരു ശിഷ്യനോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വെള്ളം എടുത്തിട്ട് വന്നു. ആ വെള്ളത്തിൽ ഒരു പിടി ഉപ്പ് കലർത്താൻ പറഞ്ഞു. ഒരു പിടി ഉപ്പ് കലർത്തി ഒന്ന് കുടിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു ഗ്ലാസ്സിൽ ഒരു പിടി ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് വായിലേക്ക് വെക്കാൻ പറ്റത്തില്ല. ശിഷ്യനും അത് തന്നെ സംഭവിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന്റെ ഉപ്പ് കാരണം എനിക്ക് പറ്റുന്നില്ല ഗുരുനാഥ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഗുരു ഇദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് ഒരു തടാകത്തിന്റെ കരയിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ഗ്ലാസ്സിൽ കലർത്തിയതുപോലെ തന്നെ ഒരു പിടി ഉപ്പ് ആ തടാകത്തിലെ വെള്ളത്തിൽ കലർത്താൻ പറയുന്നുണ്ട്. ശിഷ്യൻ അതേ വിധത്തിൽ തന്നെ ചെയ്തു. തടാകത്തിലെ ഒരു പിടി ഉപ്പ് കലർത്തി വിട്ടു. എന്നിട്ട് അവിടെ എവിടെ നിന്നെങ്കിലും എന്നിട്ട് ഒരു തുള്ളി വെള്ളം ഒന്ന് രുചിച്ചു നോക്കാൻ ശിഷ്യനോട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നുമില്ല. അപ്പൊ വാസ്തവത്തിൽ ഇവിടെ രണ്ടിടങ്ങളിലും ചെയ്തിരിക്കുന്ന എന്താ, ഒരേ കാര്യം തന്നെയാണ്. ഒരു പിടി ഉപ്പ് ഗ്ലാസ്സിലെ വെള്ളത്തിലും കലർത്തി, തടാകത്തിലെ വെള്ളത്തിലും കലർത്തി. ഗ്ലാസ്സിലെ വെള്ളത്തെ അത് വല്ലാതെ മലീമസമാക്കി, പക്ഷെ തടാകത്തിലെ വെള്ളത്തെ അത് അല്പം പോലും ബാധിച്ചില്ല. എന്താ കാരണം? തടാകം അത്രമാത്രം വിശാലമാണ്. അപ്പൊ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം നമ്മുടെ മനസ്സിനെ വല്ലാതെ കലുഷിതമാക്കുമ്പോൾ ഒന്ന് ഓർത്തോളൂ, നമ്മുടെ മനസ്സിന്റെ ഒരു ഇടുങ്ങിയ സ്വഭാവം കാരണമാണ്. അല്ലെങ്കിൽ ഒരു 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 ചെറിയ നമ്മുടെ മനസ്സിന്റെ ഒരു ചെറുപ്പം എന്ന് പറഞ്ഞാല് പ്രായമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഒരു ഒരു ഇടുങ്ങിയ ചിന്താഗതി എന്നോ എന്ത് പെട്ടെന്നൊരു വാക്ക് കിട്ടുന്നില്ല, ക്ഷമിക്കുക. അപ്പൊ അതിനെ ഒന്ന് വിശാലമാക്കി കഴിഞ്ഞാൽ, മനസ്സിനെ കുറച്ചുകൂടി ഒന്ന് വിശാലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വലിപ്പച്ചെറുപ്പം വിട്ടേക്കും, അതെല്ലാം ഈ പറയുന്ന വിശാലതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് ബാധിക്കാതിരിക്കാൻ, അത്തരം അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാതിരിക്കാൻ, നമ്മളെ കൂടുതൽ സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കാതിരിക്കാനൊക്കെ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സിനെ വിശാലമാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് മെഡിറ്റേഷൻ. ഇത് വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊന്ന് തോന്നിയിരിക്കുന്നത്, നിങ്ങൾക്കറിയാം, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിനൊക്കെ മൂന്നാമത് ഒരു പിന്ന് കൂടി കൊടുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടാകും അല്ലേ? ഒരു ഫേസ് കണക്ഷൻ, ഒരു ന്യൂട്രൽ കണക്ഷൻ, അതുപോലെ തന്നെ ഒരൊറ്റ കണക്ഷൻ കൂടി ഉണ്ട്, എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു കണക്ഷൻ. മിക്കവാറും നല്ല എക്യുപ്മെന്റ്സിനൊക്കെ അത് ഉണ്ടാകാറുണ്ട്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എർത്ത് ലൈൻ ആയിരിക്കും കുറച്ചുകൂടി, എർത്ത് കണക്ഷൻ ആയിരിക്കും കുറച്ചുകൂടി ഹെവി ആയിരിക്കുന്നത്. എന്തിനാ എർത്ത് കണക്ഷൻ വരുന്നത്? ഏതെങ്കിലും വിധത്തിൽ അസാധാരണമായ വിധത്തിലുള്ള കറണ്ട് ഫ്ലോ ഈ മെഷീനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, എക്യുപ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് ഒഴുക്കി കളഞ്ഞുകൊണ്ട് ആ ഉപകരണത്തെ സുരക്ഷിതമായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എർത്ത് ലൈൻ ഈ ഉപകരണങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കണക്ഷൻ നമുക്ക് പ്രപഞ്ചവുമായിട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതുപോലെ നമുക്ക് വേണ്ടാത്ത, നമ്മളെ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്ന, നമ്മളെ വിഷമങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഊർജങ്ങളാണെന്ന് അറിയാമല്ലോ. ആ ഊർജങ്ങളെ നമുക്ക് പ്രപഞ്ചത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നും അധികമല്ല, നമുക്കാണത് വേണ്ടാത്തത്. അത് വേണ്ട മറ്റിടങ്ങളുണ്ട്, അത് പ്രപഞ്ചമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും. എനിക്കത് വേണ്ട, അതുകൊണ്ട് ഞാൻ അവിടേക്ക് സമർപ്പിക്കുന്നു. നമ്മൾ സാധാരണ പറയാറില്ല, ചിലത് നെഗറ്റീവാണ്, ചിലത് പോസിറ്റീവാണ് എന്നുള്ളത്. വാസ്തവത്തിൽ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെ. നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമുക്കത് വേണ്ട, നമുക്കത് ഇപ്പൊ വേണ്ട, അല്ലെങ്കിൽ നമുക്കത് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഇതിന് കാരണം. അപ്പോൾ അത് ആവശ്യമുള്ള, അത് ആഗ്രഹിക്കുന്ന മറ്റിടങ്ങൾ ഉണ്ടാകാം ആ വിധത്തിലുള്ള ഊർജങ്ങള്. നമ്മളത് പ്രപഞ്ചത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നു, പ്രപഞ്ചം അത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ബന്ധം, ശക്തമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ മെഡിറ്റേഷൻ. ഇനി മറ്റൊരു കാര്യം, തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, പ്രപഞ്ചബോധവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന്, ബന്ധം ഹൃദ്യമാക്കുന്നതിന്, ശക്തമാക്കുന്നതിനെല്ലാം മെഡിറ്റേഷൻ വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത്. പ്രപഞ്ചബോധവുമായിട്ടുള്ള ഈ ബന്ധം ശക്തമാക്കുന്നതിലൂടെ, ദൃഢമാക്കുന്നതിലൂടെ പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകളും കഴിവുകളും ആശയങ്ങളും എല്ലാം നമ്മളിലേക്ക് ഒഴുകിയെത്തും. ഒരുപക്ഷെ നമ്മൾ ഇന്നോളം കാണുകയോ കേൾക്കുകയോ അറിയുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യാത്ത പല കാര്യങ്ങളും, പല ആശയങ്ങളും നമ്മളിലേക്ക് ഒഴുകിയെത്താൻ മെഡിറ്റേഷൻ അസാധാരണമായ വിധത്തിൽ ഫലപ്രദം തന്നെയാണ്. ഇപ്പോ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ചിലപ്പോ നമ്മളുടെ കൂട്ടത്തിൽ എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ എഴുതുന്ന പതിവുണ്ടെങ്കിൽ, ചില കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞിട്ട്, അത് കവിതകളാകട്ടെ, കഥകളാകട്ടെ, ലേഖനങ്ങളാകട്ടെ, മറ്റേതെങ്കിലും വിധത്തിലുള്ള ആശയങ്ങളാകട്ടെ, എന്തും നമ്മൾ ചിലതെല്ലാം എഴുതി കഴിഞ്ഞിട്ട്
പിന്നീട് നമ്മളിത് വായിച്ചു നോക്കുകയാണ്. പിന്നീട് ഒരിക്കൽ വായിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാറില്ലേ, ഇത് ഞാൻ തന്നെ എഴുതിയതാണോ? എങ്ങനെയാണ് എനിക്ക് ഇത്രമാത്രം ഗംഭീരമായിട്ട് എഴുതാൻ പറ്റിയത്? എങ്ങനെയാണ് ഇത്രമാത്രം വാക്കുകളും വരികളും ആശയങ്ങളും എന്നിലൂടെ ഒഴുകിയെത്തിയത്? ഇങ്ങനെയെല്ലാം ചിന്തിക്കാറില്ലേ? അവിടെ വളരെ കൃത്യമായിട്ട് പറയാം, പ്രപഞ്ചബോധത്തിന്റെ കയ്യിലെ ഒരു തൂലികയായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറച്ച് സമയത്തേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ഒരു കവിയുടെ, ഒരു എഴുത്തുകാരന്റെ കയ്യിലെ തൂലികയിലൂടെ വരികൾ ജന്മമെടുക്കുന്നത് പോലെ പ്രപഞ്ചബോധത്തിന്റെ അറിവുകൾ നമ്മളിലൂടെ പുറത്തേക്ക് വന്ന്, സർഗാത്മകമായിട്ടുള്ള അറിവുകളും കഴിവുകളും ഒക്കെ നമ്മളിലേക്ക് പുറത്തു വന്നിരിക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ ധ്യാനാത്മകമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയ സമയത്ത്. അപ്പൊ ഇവിടെ പറഞ്ഞു, നമ്മൾ പോലും അറിയാതെ ധ്യാനാത്മകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകളും കഴിവുകളും ആശയങ്ങളും എല്ലാം നമ്മളിലൂടെ ഒഴുകിയെത്തി എങ്കിൽ, അറിഞ്ഞുകൊണ്ട്, ആദ്യം അറിയാതെ സംഭവിച്ചിരിക്കുന്നത്, സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ പ്രപഞ്ചബോധവുമായിട്ട് കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ബോധത്തെ പ്രപഞ്ചബോധത്തിന് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അസാധാരണമായ കഴിവുകളും അറിവുകളും നമ്മളിലേക്ക് ഒഴുകിയെത്തും. അപ്പൊ ഇതിനെല്ലാം വളരെ ഗംഭീരമായിട്ട്, അതിഗംഭീരമായിട്ട് ഈ പറഞ്ഞ വിധത്തിലെ മെഡിറ്റേഷനെ നമുക്ക് ഉപയോഗിക്കാം. വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രാചീന കാലം മുതൽ തന്നെ, അതായത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളോ വിശകലനങ്ങളോ വിശദീകരണങ്ങളോ ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ, അതിനെല്ലാം പരിമിതികളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നാലെ വരാം. അതിനു മുൻപ് തന്നെ, വളരെ പ്രാചീന കാലം മുതൽക്ക് തന്നെ മെഡിറ്റേഷൻ ഇവിടെ നിലനിന്നിരുന്നു. മഹർഷിമാരുടെ ഇടയിൽ, സന്യാസിമാരുടെ ഇടയിൽ, അതുപോലെ തന്നെ ചിന്തകരുടെയും പഴയകാല ശാസ്ത്രകാരന്മാരുടെയും എല്ലാം ഇടയിൽ മെഡിറ്റേഷൻ പല വിധത്തിൽ, പല രൂപങ്ങളിലും ഭാവങ്ങളിലും രീതികളിലും എല്ലാം നിലനിന്നിരുന്നു. അതിന് ആത്മീയതയുടെ ഒരു വശം കൊടുത്തുകൊണ്ട്, ആത്മീയതയുടെ കൂടി നിറം ചാലിച്ചുകൊണ്ട് അനുഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. അതൊന്നുമില്ലാതെ ശുദ്ധമായിട്ടുള്ള ആത്മീയത മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട്, ആത്മീയത എന്ന് പറയുന്ന വിശ്വാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആത്മീയത മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ അവനവനിലെ സർഗാത്മകതയെ വളർത്താനും ഉയർത്താനും വിപുലീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ധാരാളം വ്യക്തികൾ മറ്റനേകമുണ്ട്. അപ്പൊ ഇവിടെ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കായാലും ശരി, ഏത് ജീവിത രീതിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കായാലും ശരി, വിശ്വാസമുള്ളവർക്ക്, വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവിക വിശ്വാസമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ, അതില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ, ആർക്ക് വേണമെങ്കിലും അവരവരുടേതായ വിധത്തില് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് മെഡിറ്റേഷനിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഇതിൽ മെജോറിറ്റിയും ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, അല്ലെങ്കിൽ കടന്നു പോയിരിക്കുന്നവരാണെന്നാണ് തോന്നുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ദാനം ചെയ്യുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ദാനം ചെയ്യുന്നതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതില് ഒന്ന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു കുഞ്ഞു പരിമിതി ഉള്ളത്, നമുക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങളിലെങ്കിലും അറിയാതെ പോകും അവർ അർഹരാണോ അനർഹരാണോ എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ പ്രകൃതിക്ക് വിട്ടുകൊടുക്കും. നിങ്ങൾക്കറിയാം സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ചിലത് നമ്മൾ പ്രകൃതിക്ക് വിട്ടുകൊടുക്കും. ഇനി മറ്റൊന്ന്, നമ്മൾ ഒരാളെ നമ്മൾ തിരിച്ചറിയുകയാണ്, അയാൾ അർഹരായ ഒരാളാണ് തിരിച്ചറിയുകയാണ്. അതിന് ഉചിതമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ, ഒരുപക്ഷെ ശാരീരികമായ, മാനസികമായ, വൈകാരികമായ, സാമ്പത്തികമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരു സഹായം അവർക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. പറ്റുന്ന വിധത്തിലുള്ള സഹായം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള സഹായം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചിലരെല്ലാം പറയാറുണ്ട്, നല്ല ജോലി കിട്ടിയിട്ട് വേണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ എന്നുള്ളത്. അത് വേണ്ട എന്നുള്ളതല്ലേ ഞാൻ പറയാം. പക്ഷെ അതിലപ്പുറം ഇപ്പോ ഇപ്പോ നിങ്ങൾക്ക് എന്താ സാധിക്കുക, അതൊരു പക്ഷെ ഒരു ആശ്വാസ വാക്കുകൊണ്ടായിരിക്കാം. പക്ഷെ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണം. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടായി പോകരുത്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവരൊന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം.
അതുപോലെ ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതിയാകും. അതിന് വലിയ ചിലവൊന്നുമില്ല. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ അവർക്കൊരു മരുന്നാണ് ആവശ്യമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അങ്ങനെ എന്താണോ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുക അത് ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ഒന്ന് രണ്ട് വശങ്ങൾ, ഒരുപക്ഷെ അധികം ആരും മനസ്സിലാക്കിയിരിക്കാനിടയില്ലാത്ത ഒന്ന് രണ്ട് വശങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാം. അതായത് കർമ്മഫലം ഇതേക്കുറിച്ചെല്ലാം മുൻപും പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കർമ്മഫലങ്ങള് മറ്റുള്ളവരിലൂടെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആശ്വാസം പകരുന്നതിലൂടെ നമുക്ക് ആ കർമ്മഫലങ്ങളിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും വിടുതൽ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉദാഹരണത്തിന് ഒരു രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു നിയോഗം ഒരു വ്യക്തിക്കുണ്ട് എന്നിരിക്കട്ടെ. ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടുന്ന നിയോഗം ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നിരിക്കട്ടെ. എന്നാൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയെ ഈ വ്യക്തി സഹായിക്കുകയാണ് എങ്കിൽ, അത് ഒരു വാക്കുകൊണ്ടായിക്കോട്ടെ, ഒരു പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ, സമ്പത്ത് കൊണ്ടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഏതെങ്കിലും വിധത്തിൽ ഒന്ന് സഹായിക്കാൻ ഒരുമ്പെടുകയാണ് എങ്കിൽ വാസ്തവത്തിൽ ആ അവസ്ഥയിലൂടെ കടന്നുപോയതിന്റെ ഒരു ഫലം, ഭൗതിക ഫലം ഈ വ്യക്തിക്ക് ഉണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ നിയോഗത്തിൽ നിന്ന് ഒരു പക്ഷേ ഇളവോ വിടുതലോ ഒക്കെ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. ചില ജ്യോത്സ്യന്മാരെ കാണുന്ന സമയത്ത് അവർ പറയും അന്നദാനം കൊടുക്കാൻ പറയാറുണ്ട്. അന്നദാനത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. കാരണം എന്തൊക്കെ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും ഒരുപക്ഷെ അവര് മതി എന്ന് പറയില്ല. എത്ര കിട്ടിയാലും പോരട്ടെ 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 എന്നുള്ളൊരു ഭാവമായിരിക്കും. പക്ഷെ അന്നം അങ്ങനെയല്ല, ഭക്ഷണം അങ്ങനെയല്ല. അവർ നിറവോടുകൂടി മതി, ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് തന്നെ അവർ പറഞ്ഞേ മതിയാകും. ആ ഒരു നിറവ് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് അന്നദാനത്തിന് പലപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ വസ്ത്രങ്ങൾ ദാനം ചെയ്യാറുണ്ട്. അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനത്തിന്റെ ഭാഗമായിട്ടൊന്ന് ചെയ്യുന്നത് നമ്മുടെ കർമ്മഫലങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടി ദാനം വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിലൂടെ കർമ്മഫലങ്ങൾ ലഘൂകരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ ഇല്ലാതായി പോവുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്. രണ്ട്, നമ്മളൊരു വ്യക്തിക്ക് ഒരു ദാനം ചെയ്യുമ്പോൾ അത് എന്തും ആയിക്കോട്ടെ, ഇനി പണത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വയം, നമ്മുടെ സബ് കോൺഷ്യസിന് സ്വയം ഒരു ധാരണ വന്നു കഴിഞ്ഞു, അത് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായി, അത് ചെയ്യാനുള്ള ഒരു മനസ്സും മനോഭാവവും എനിക്കുണ്ടായി. അതിനർത്ഥം എന്താ? എന്നിലൊരു റിച്ച് മൈൻഡ് സെറ്റ് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന്റെ റിച്ച്നെസ് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സന്ദേശം നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ വളരെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ സമ്പന്നരായിട്ടുള്ള ഏതൊരു വ്യക്തിയും എടുത്തു നോക്കൂ, അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം അവർ ദാനം ചെയ്യുന്നത് കാണാം. മനസ്സിലാവുന്നുണ്ടോ? ഒരുപക്ഷെ അവിടെ മുന്നിൽ ക്യാമറ ഉണ്ടാവുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും അവരും അത് ചെയ്യുന്നുണ്ട്. അതിന് കാരണം മനസ്സിന്റെ റിച്ച്നെസ്, മനസ്സിന്റെ ആ സാമ്പത്തിക ഭാഗം കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ദാനം വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഫലം നമ്മളിൽ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. പ്രധാനപ്പെട്ട 4 ഹാപ്പി ഹോർമോൺസ് ആണ് ഡോപ്പമിൻ, എൻഡോർഫിൻ, സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ. ഇങ്ങനെ 4 ഹാപ്പി ഹോർമോൺസ് ആണുള്ളത്. അതില് ഓക്സിറ്റോസിൻ ആണെന്നാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മ, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അത് വർദ്ധിക്കുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ഈ ഹോർമോൺ വല്ലാതെ വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതും സാമ്പത്തികമായിട്ടുള്ള സഹായമാകാം, ശാരീരികമായിട്ടുള്ള സഹായമാകാം, നല്ല വാക്കുകൾ കൊണ്ടുള്ള സഹായമാകാം, നല്ല പ്രവൃത്തികൾ കൊണ്ടുള്ള സഹായമാകാം, എന്തുമാകാം. ഇതും നമ്മുടെ ഹാപ്പിനെസ്സിനെ, നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തെയും സംതൃപ്തിയെയും എല്ലാം വല്ലാതെ വർദ്ധിപ്പിക്കുന്നതിന് ഇതും കാരണമാകും.
ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ദാനം ചെയ്യുക. ദാനം ചെയ്യുക എന്ന് പറയുന്നത് പണം മാത്രമല്ല. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, അവിടെ തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. പണം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് എന്താണോ സാധിക്കുന്നത് അത് നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു സമർപ്പണമായിട്ട് കൊടുക്കുമ്പോൾ, അതും കൂടി ഉണ്ട് കേട്ടോ, സമർപ്പണമായിട്ട്. അല്ലാതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അത് പഴമക്കാർ പറയാറുണ്ട്, ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയരുതെന്ന് പറയാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ഒരു സമർപ്പണമായിട്ട്, സ്വയം സമർപ്പണമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അസാധാരണമായ വിധത്തിലെ മാനസിക, വൈകാരിക, ആത്മീയ ഉന്നമനം ഒരു വ്യക്തിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കഴിയുന്നിടത്തോളം വളരെ ഭംഗിയായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താം. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ ഭൗതിക ശരീരത്തിന് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയേ മതിയാവൂ. അപ്പോൾ ആ സമയത്തും ആരുടെയെങ്കിലുമൊക്കെ മനസ്സുകളിൽ നല്ല ഒരു ഓർമ്മയായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ, അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനാനുപാതികമായിട്ടുള്ള പ്രവൃത്തികൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു മലയാളത്തില് ഏറ്റവും കൂടുതൽ വാക്കുകൾ, അർത്ഥം വരുന്ന വാക്കുകൾ അത് മരണത്തിനാണ്, അല്ലെ? മരിക്കുക, വടിയാവുക, വിടിതീരുക, പടമാവുക, ചരമം പ്രാപിക്കുക, പിന്നെ വീരചരമം പ്രാപിക്കുക, അതുപോലെ ദേഹത്യാഗം ചെയ്യുക, പിന്നെന്താ, നാട് നീങ്ങുക, നിര്യാതനാവുക, ഇങ്ങനെ ഒരുപാട് വാക്ക്, മിനിമം ഒരു 20 വാക്കെങ്കിലും മരണവുമായിട്ട് ബന്ധപ്പെട്ടു ഉണ്ട് എന്ന് തോന്നുന്നു. ഇതിലെ മെജോറിറ്റിയും, വളരെ കുറഞ്ഞത് ഒഴികെ, ഇപ്പോ ദേഹത്യാഗം ചെയ്യുക, കൊല്ലപ്പെടുക തുടങ്ങിയ അപൂർവം ചിലതൊഴികെ ബാക്കിയെല്ലാം എങ്ങനെ മരിച്ചു എന്നുള്ളതിനെയല്ല സൂചിപ്പിക്കുന്നത്, എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? ഒരു ഉപകാരവുമില്ലാത്ത ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താ പറയാ? അയാള് ചത്തു എന്താ പറയാ, അല്ലെ? അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്കറിയാം, നിര്യാതനായി. അതുപോലെ രാജാക്കന്മാരുടെ കാര്യം പറയാം, നാട് നീങ്ങി, ഈ വിധത്തിലാണ്. അപ്പൊ അവരെങ്ങനെ ജീവിച്ചു, മറ്റുള്ളവർക്ക് എത്രമാത്രം പ്രയോജനപ്രദമായി, നാടിന് എത്രമാത്രം പ്രയോജനപ്രദമായി, ആരുടെയൊക്കെ ഓർമ്മകളിൽ വളരെ നന്നായിട്ട് അവരവശേഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം അനുസരിച്ചിട്ടാണ് മരണത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ നമുക്കും ഒരു ദിവസം അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അന്ന് നമ്മുടെ പേര് മറ്റാരെങ്കിലുമൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് തീരുമാനിക്കേണ്ടത് ഇപ്പോ ജീവിച്ചിരിക്കുന്ന നമ്മളാ. അതിന് വൈകാൻ പറ്റില്ല, പിന്നെ ഒരിക്കലേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പൊ അതിനും ഈ വിധത്തിലുള്ള നമ്മുടെ പ്രവൃത്തികള്, നമ്മുടെ ചിന്തകള്, നമ്മുടെ വാക്കുകള് ഒക്കെ തീർച്ചയായിട്ടും പ്രയോജനപ്രദമാകും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഏതെങ്കിലും കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. ചോദിച്ചോളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. ഉം സാർ, പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഈ കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാര് മരിക്കുമ്പോഴേ തീപ്പെട്ടെന്നാണ് സാർ യെസ്, തീപ്പെട്ടു. അതെ, അതെ. സാറിന്റെ നാടായത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. യെസ്, കേട്ടിട്ടുണ്ട്. ശരി, ഓക്കെ സാർ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മരണത്തിന് സമാനമായിട്ടുള്ള വാക്കുകൾ മലയാളത്തിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. അത് ഓരോന്നും ഉപയോഗിക്കുന്നത് അതാത് വ്യക്തികൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്. എങ്ങനെ മരിച്ചു എന്നുള്ളതിന്റെ വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ. അതല്ലാതെ കൂടുതലും അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, മറ്റുള്ളവർക്ക് അവരെത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ വാക്ക് ഉപയോഗപ്പെടുത്തുന്നത്. വിഷ്ണുപദം പോയി എന്ന് പറയുന്നത് അതുകൊണ്ട് വിഷ്ണുപദം ഉപയോഗിക്കാറുണ്ട്. വിഷ്ണുപദം പോയി. അതെ, അത് ഉപയോഗിച്ച് കാണാറുണ്ട്. പിന്നെ ഹലോ സാർ. നമസ്കാരം. നമസ്കാരം സാറേ. ധ്യാനവും മെഡിറ്റേഷനും ഒന്ന് തന്നെയാണോ? രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ചില സാഹചര്യങ്ങളിലെങ്കിലും ധ്യാനം എന്ന് പറയുന്നത്
അത് പ്യുവർ ആത്മീയതയുടെ ഭാഗം മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ചിലതിന് ധ്യാനം എന്ന് പറയുന്നത്. അതല്ലാതെ രണ്ടും ഏകദേശം പ്രൊസീജിയറൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു ആൽഫ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ടെന്ന് പറയുന്നത്, അത് ഇതിലുള്ള തന്നെയാണോ ഈ പ്രോസസ്? ഇതിലുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളെ സൂചിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പദങ്ങളാണിതെല്ലാം. ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, ഒരു ചെറിയ മയക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ അവസ്ഥ, കൂടുതൽ ഗാഠമായിട്ടുള്ള മയക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അർത്ഥബോധാവസ്ഥയിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ, ഉറക്കത്തിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസ്ഥകളുണ്ട്. ഇത് ഞാൻ ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ എന്നുള്ള വാക്കുകളിലൂടെ ഉപയോഗിക്കുന്നത്. അപ്പോ സാധാരണഗതിയിൽ വളരെ സിംപിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോധാവസ്ഥയുടെ തീവ്രത, ബോധത്തിന്റെ തീവ്രത കുറയ്ക്കുകയാണ് ഏതൊരു ധ്യാനത്തിലൂടെയും സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓ, അപ്പൊ ഈ ബോധത്തിന്റെ തീവ്രത എത്രമാത്രം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുവോ അതനുസരിച്ചിട്ടാണ് ഈ ആൽഫ, തേറ്റ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഒരു ഡൗട്ട് കൂടെ ഉണ്ട് സാറേ. പറയൂ. ഈ സ്വപ്നവും ധ്യാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്വപ്നം നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ നടക്കുന്നത്. സ്വപ്നം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ മനസ്സ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോ രാത്രി കുറേ സ്വപ്നങ്ങളിലൂടെ, പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമല്ലാത്ത വിധത്തിലുള്ള സ്വപ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകാറില്ലേ? അല്ലേ? കാരണം എന്താ? അതിന്റെ മുകളിൽ നമുക്ക് നിയന്ത്രണങ്ങളൊന്നും ഇല്ല. പിന്നെ പലപ്പോഴും സ്വപ്നങ്ങൾ കാണുന്നതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. അതില് ഒരു കാരണം എന്ന് പറയുന്നത് മനസ്സിലൂടെ കടന്നു പോകുന്ന തീവ്രമായിട്ടുള്ള വിചാരങ്ങളൊന്ന് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. സാധാരണ നമുക്ക് വയറിന് പിടിക്കാത്ത സംഗതികൾ നമ്മൾ ഒമിറ്റ് ചെയ്ത് കളയുന്നില്ലേ? അതുപോലെ തന്നെ മനസ്സിന്റെ തീവ്ര വൈകാരിക ഭാവങ്ങൾ അതിനെ ഭൗതിക തലത്തിൽ സ്വയം സംഭവിക്കാൻ ഇടയില്ലാത്തതും എന്നാൽ അത് വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സ്വപ്ന രൂപേണ നമ്മളെ കാണിച്ച് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ പുറന്തള്ളുകയോ ഒക്കെ ചെയ്യുന്നതും ആ വിധത്തിൽ സംഭവിക്കാറുണ്ട്. വേറെ ധാരാളം കാരണങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഗുരുക്കന്മാരെ സ്വപ്നം കാണുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ നമ്മളെ വിട്ടുപോയത്. പഠിപ്പിച്ച ഗുരുക്കന്മാരെ സ്വപ്നം കാണുന്നതാണോ ഉദ്ദേശിച്ചത്? അല്ല, നമ്മള് ഈ സ്പിരിച്വൽ ധ്യാനവുമായി മാസ്റ്റേഴ്സ് സ്പിരിച്വൽ. ആണോ? അതെ അതെ ശരി. അതെ അതെ. അതിനും രണ്ട് കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അധികം ഉണ്ടാകാം. പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഇപ്പൊ പറയാൻ തോന്നുന്നത്. ഒന്ന്, നമ്മുടെ മനസ്സ് അവരിൽ എത്രമാത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് അവരുടെ ചിന്തകൾ, ഈ പറയുന്ന സ്പിരിച്വൽ മാസ്റ്റേഴ്സിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ശക്തമായിട്ട് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിധത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ സ്പിരിച്വൽ മാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഊർജങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബോധതലവും നമ്മുടെ ബോധവും തമ്മിൽ ഒരു സമന്വയം സംഭവിക്കുമ്പോൾ, ഞാൻ പറയുന്നത് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഒന്നുകൂടി ചോദിച്ചോളൂ, മറ്റൊരു വിധത്തിൽ വിശദീകരിച്ചു തരാം. അങ്ങനെ സംഭവിക്കുന്ന സമയത്തും ഒരുപക്ഷെ സ്വപ്ന ദർശനം ഉണ്ടാകാം. അവരെ സംബന്ധിച്ചിടത്തോളമുള്ള സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാകാം. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും? ഇല്ല സാർ, താങ്ക് യു. ശരി. വേറെന്താ പറയ്. ഇന്ന് കുറച്ച് പേരാ ഉള്ളത്. ഞാൻ ഒരു കുഞ്ഞ് കാര്യം പറഞ്ഞുതരാം. സീക്രട്ട് എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുതരാം. ഭൂമിയിൽ ജീവിച്ചിരുന്ന സർഗാത്മകമായ കഴിവുകളുള്ള പ്രതിഭകൾ, ആ സർഗാത്മകതയ്ക്ക് രണ്ട് കാരണങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകാം. ഒന്ന്, അവരുടെ തന്നെ പൂർവജന്മങ്ങളിലൂടെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വളരെ നന്നായിട്ട് സംഗീതം ആലപിക്കുന്ന ഒരു വ്യക്തി, അപ്പൊ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പൂർവജന്മങ്ങളിലും അദ്ദേഹം അതുപോലെ ഒരു സംഗീതം ആലപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം. അതിന്റെ ശക്തമായിട്ടുള്ള ഒരു ബോധതലം അല്ലെങ്കിൽ ആ ജന്മാന്തരങ്ങളായിട്ട് അദ്ദേഹം ആർജിച്ച ആ ഒരു കഴിവ്, ആ ഒരു ഊർജം ഇപ്പോഴും അദ്ദേഹത്തിൽ നിലനിൽക്കുന്നത് അതിനൊരു കാരണമാകാം. അത് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ, അതല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് തരേണ്ടി വരും.
അത് മനസ്സിലായി സാറേ. മനസ്സിലായി? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ശരി. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ സംഗീതത്തിന്റെ കാര്യം തന്നെ പറയാം. സംഗീതം എന്നുള്ള ആ ഒരു തലത്തിൽ നിലനിന്നിരുന്ന മറ്റ് ബോധതലങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മേലുള്ള ഒരു സ്വാധീനം, അതായത് അവിടെ ഈ പറയുന്ന വ്യക്തി ഒരു മാധ്യമം മാത്രമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്താലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, ഒന്നുകൂടെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ. അതായത് വാസ്തവത്തിൽ ഈ വ്യക്തി ന്യൂട്രൽ ആയിരിക്കും. അദ്ദേഹത്തിന് പാട്ട് പാടാനുള്ള കഴിവൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം നിലനിൽക്കുന്ന മറ്റ് ബോധതലങ്ങൾ, ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ബോധതലങ്ങളുടെ സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന സമയത്തും അദ്ദേഹത്തിന് ഗംഭീരമായിട്ട് പാട്ട് പാടാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ഒരു പേന സാധാരണ ഒരു എഴുതുന്ന ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഒരു എഴുത്തുകാരന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. രണ്ടും പേന തന്നെയാണ്. ഏത് പേനയായിരിക്കും ഗംഭീരമായിട്ട് എഴുതുന്നത്? എഴുത്തുകാരന്റെ കയ്യിലുള്ള പേന. ആണല്ലോ. അത് പേനയുടെ കഴിവാണോ? അല്ല. അല്ല, എഴുത്തുകാരന്റെ സ്വാധീനമാണ്, അല്ലെ? അവിടെ പേന എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമായിട്ടാണ് തീരുന്നത്, മാധ്യമം മാത്രമായിട്ടാണ് മാറുന്നത്. റൈറ്റ്? ശരിയാവും. യെസ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംഗീതം ആലപിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ തന്നെ പൂർവജന്മങ്ങളിലൂടെ ആർജിച്ച ആ ഒരു സിദ്ധി കാരണമാകാം, ആ ഒരു ഊർജത്തിന്റെ ശേഷിപ്പ് കാരണമാകാം ഒന്ന്. അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിലനിൽക്കുന്ന സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ബോധതലങ്ങളുടെ സ്വാധീനം കൊണ്ടുമാകാം. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ശരി, ക്ലിയർ. അപ്പോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സാധാരണ നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഒക്കെ അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതൊരു പക്ഷെ ഒരു വലിയ വെബിനാർ ആയിരുന്നെങ്കിൽ ഇത് ഞാൻ പറയില്ലായിരുന്നു കേട്ടോ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാറുണ്ട്, അല്ലേ? കാരണം അവര് നിലനിന്നിരിക്കുന്ന ആ ഒരു ഊർജവുമായിട്ടുള്ള ഒരു സമന്വയം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില പ്രാർത്ഥനകളിലൂടെയും മറ്റു വിധത്തിലുമൊക്കെ നമ്മുടെ ഗുരുക്കന്മാരെയും അതുപോലെ ചില ദേവദേവതാഭാവങ്ങളെയും ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതറിയുമോ? അറിയാം. ശരി. നോക്കൂ, നിങ്ങളുടെ പിന്നിൽ മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. കോൺവെർസേഷൻ കുറച്ച് നല്ലതാവട്ടെ. അപ്പോ ആ സമയത്ത് ഈ പറയുന്ന ഊർജങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്ന ബോധങ്ങള് നമ്മളെ അത്രമാത്രം സ്വാധീനിക്കുന്നതും അവരുടെ സ്വാധീനം കൊണ്ട് നമ്മളിലേക്ക് ആകസ്മികമായിട്ട് കടന്നു വരുന്ന അറിവുകൾ അല്ലെങ്കിൽ മറ്റു കാര്യം എന്താണോ നമ്മൾ ഇപ്പൊ പാട്ടാണെങ്കിൽ അങ്ങനെ, ഒരു പ്രഭാഷണമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള മറ്റു കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, എന്ത് തന്നെ ആയാലും മറ്റൊരു സ്വാധീനം കൊണ്ട് നമ്മളിൽ ചിലതൊക്കെ സംഭവിക്കുന്നതായിട്ട്, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? പറയൂ. കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചിട്ടില്ല. ശരി, ഓക്കെ. മറ്റുള്ളവര് ഒന്ന് പറ. തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട് സർ. തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്, അല്ലേ? ശരി. പിന്നെ മറ്റാരെങ്കിലും ഉണ്ട് സർ. കേട്ടിട്ടുണ്ട്. അനുഭവിച്ചിട്ടുണ്ട്? ഗ്രേറ്റ്. ശരി, ഉണ്ട് സർ. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ശരി. ഞാനിത് ഇപ്പൊ പറയാൻ കാരണം നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റും, എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്. നമ്മുടെ MT സാറ് കഴിഞ്ഞ ദിവസം ദേഹവിയോഗം ചെയ്യുകയുണ്ടായി, അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ശരിക്കും ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാലും, ഒന്ന് അദ്ദേഹത്തിൽ നിലനിന്നിരുന്ന ഊർജം, ഒന്ന്. രണ്ട്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഊർജങ്ങള് സ്വാഭാവികമായിട്ടും അവയുടെ മടക്കത്തിന്, ഞാൻ ഈ പറയുന്നത് പാരാസൈക്കോളജി
റിലേറ്റഡ് ആയിട്ടുള്ള ചില അറിവുകളാണ് കേട്ടോ. ഒന്ന്, അദ്ദേഹത്തിൽ നിലനിന്നിരുന്ന ഊർജം. രണ്ട്, അദ്ദേഹത്തോടൊപ്പം നിലനിന്നിരുന്ന ഊർജങ്ങൾ. ഇതൊക്കെ ഇപ്പോഴും കുറെ കുറെ നാളത്തേക്ക്, ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് ഇതേ തലത്തിൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട്. ശരീരം എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ അഭാവത്തിൽ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഉചിതമായിട്ടുള്ള ഒരു മാധ്യമം ഇവിടെ ലഭ്യമാണ് എങ്കിൽ അതിലൂടെ തുടരാനും സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അങ്ങനെ തന്നെ മടങ്ങാനും സാധ്യതയുണ്ട്. പ്രപഞ്ചത്തിലേക്ക്, പ്രപഞ്ചബോധത്തിലേക്ക് മടങ്ങാനും സാധ്യതയുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്, അതിലൂടെ മടങ്ങാനും സാധ്യതയുണ്ട്. അപ്പോ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഒന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ കഴിവുകള് ആ. മറ്റാരിലേക്ക് എത്തിപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ എത്തിപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോകാനും പ്രപഞ്ചത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, മറ്റാരിലേക്കോ എന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ട് നമ്മളിലേക്ക് ആയിക്കൂടാ? മനസ്സിലാവുന്നുണ്ടോ? അതിന് അങ്ങനെ അങ്ങനെയുള്ള ഒരു ബോധത്തെ, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഊർജത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നമ്മളിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗത്തെയെങ്കിലും സ്വീകരിക്കുന്നതിനുള്ള വളരെ ഉചിതമായിട്ടുള്ള ഒരു സമയമാണ്. ക്ലിയറായോ? ഇത് ഇവിടെ പറയാൻ പറ്റൂ, എനിക്കൊരു യൂട്യൂബിലോ മറ്റൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ പറയാൻ പറ്റില്ല. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ കിട്ടട്ടെ, ലഭിക്കട്ടെ. താല്പര്യമുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു നിയോഗമുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ. അതിനുള്ള ഒരു മാർഗനിർദ്ദേശം ഇവിടെ തന്നു എന്നുള്ളതേ ഉള്ളൂ. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ സാർ? പറയൂ. സാർ, ഈ ആ മരിച്ചുപോയ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയിലോട്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ എത്തപ്പെടാൻ സാധ്യതയുണ്ടോ? ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആരും ബന്ധമില്ലാത്ത വ്യക്തികളല്ല, എല്ലാവരും കണക്റ്റഡ് തന്നെയാണ്. അത് ഭൗതിക തലത്തിൽ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആത്മീയ തലത്തില് എല്ലാവരും കണക്റ്റഡ് ആണ് ഏതെങ്കിലും ഒരു വിധത്തില്. ഇനി രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ ഭൗതിക തലത്തിൽ ഒരു ബന്ധവും ഇല്ല എങ്കിൽ പോലും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സാർ, ശരി സാർ. അതിന് പ്രായം ഒരു പ്രശ്നമല്ലെന്നാണോ സാർ പറയുന്നത്? പ്രായം പ്രശ്നമല്ല. പ്രായം നമ്മുടെ ശരീരത്തിനല്ലേ പ്രായം, ശരീരത്തിനുള്ളതാണ് പ്രായം. ഇതിനുള്ളിലെ ബോധം, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ശരീരം എന്ന് പറയുന്ന മാധ്യമത്തിനുള്ളിലുള്ള ബോധം, അതിന്റെ പ്രായം കണക്കല്ല. ക്ലിയർ ആയോ? അതന്നെയല്ലേ താങ്കൾ ചോദിച്ചിരിക്കുന്നത്? അതെ 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 അതെ. പക്ഷെ എനിക്കൊരു സംശയം പിന്നെ മാറാത്തത്, ഇപ്പോ MT സാറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. സാറിന് എഴുത്തിലുണ്ടായിരുന്ന പാണ്ഡിത്യത്തെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോ സാറ് പറഞ്ഞതുപോലെ നമ്മളിലേക്ക് അത് വരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാല് അത്രത്തോളം വലിയൊരു കഴിവ് ഒരു സാധാരണ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് എനിക്ക് കിട്ടും എന്ന് ധരിക്കാൻ പറ്റുമോ? കാരണം അത്ര അപാരമായ ഒരു സിദ്ധിയാണ് അത്. എനിക്ക് എന്റെ ഈ പ്രായത്തിൽ എനിക്ക് ഇതുവരെ യാതൊരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട് വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാള് ഞാൻ. പക്ഷെ അദമ്യമായി ആഗ്രഹിക്കുന്നു എനിക്കത് കിട്ടിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ധാരാളമുണ്ട്. കാരണം അവിടെ ശാരീരിക പരിമിതികള് ഈ പറയുന്ന ബോധത്താൽ മറികടക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ശരീരം ഇതുവരെ സൃഷ്ടിച്ചിരിക്കുന്ന പരിമിതികൾ ഈ ബോധത്താൽ മറികടക്കപ്പെടും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. രത്നാകരൻ വാത്മീകിയായിട്ട് മാറിയില്ലേ? എന്തായിരുന്നു രത്നാകരന്റെ ബാക്ക്ഗ്രൗണ്ട്? കള്ളനായിരുന്നു, കാട്ടാളനായിരുന്നു, കൊള്ളക്കാരനായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു, അല്ലേ? രാമന്റെ പേര് ഉച്ചരിക്കാൻ പോലും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു രത്നാകരൻ. എങ്ങനെയാണ് ആ പറയുന്ന കാട്ടാളനായിട്ടുള്ള രത്നാകരൻ ഈ പറഞ്ഞ മഹാമഹർഷിയായിരിക്കുന്ന വാത്മീകിയായിട്ട് പരിവർത്തനം ചെയ്തത്? എന്തായിരുന്നു അതിന്റെ ബൗണ്ടറി? ഈ പറയുന്ന ധ്യാനം വാത്മീകത്തിനുള്ളിലൂടെ കടന്നുപോയപ്പോ, അസാധാരണമായ വിധത്തിലുള്ള ധ്യാനാത്മക അവസ്ഥയിലൂടെ കടന്നുപോയപ്പോ ഈ പറയുന്ന പ്രപഞ്ചബോധവുമായിട്ട് അദ്ദേഹം താതാത്മ്യം പ്രാപിച്ചിരുന്നിരിക്കണം. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് അറിവുകൾ വന്നിരിക്കുന്നത്. ഇനി കാളിദാസന്റെ കാര്യം എടുത്തു നോക്കൂ.
കാളിദാസൻ ആരായിരുന്നു? പിന്നീട് അദ്ദേഹം എവിടെ എത്തി? ഈ പറയുന്ന ഇരുട്ടി വെളുക്കുന്നത് പോലെയുള്ള വ്യത്യാസമല്ലേ സംഭവിച്ചിരിക്കുന്നത്? മാറ്റമല്ലേ അവിടെ സംഭവിച്ചിരിക്കുന്നത്? അവിടെ പ്രായമോ മറ്റ് നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിത രീതികളോ ഒന്നും അവിടെ ഘടകങ്ങളല്ല. ക്ലിയർ ആയോ? ഓ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് കൈ കൊടുത്തോളൂ, മനസ്സൊന്ന് അർപ്പിച്ചോളൂ. നമസ്കാരം സാർ. പറയൂ. ഇതിനെ പറ്റിയിട്ട് നേരത്തെ മോഹൻലാൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ആ മോഹൻലാലിന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, മറ്റൊരു കഥകളിയുടെ എന്തോ സിനിമ ചെയ്തതിന് ശേഷം ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നു. ആ അപ്പൊ ആ മോഹൻലാലിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ കഥകളി ഇതിനകത്ത് ഇത് പഠിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഉം, ഏകദേശം ഒരു 30 മുതൽ 40 വർഷം വരെ വേണം അതിനകത്തൊന്നും എന്തെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് എങ്ങനെ ചോദിച്ചപ്പോ പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്, ഉം. നമുക്ക് ഇതൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതെ ഈ അതെ ഇവരുടെ ചൈതന്യവും ശക്തികളൊന്നും ഈ പ്രപഞ്ചം വിട്ടു പോയിട്ടില്ല. Yes. അത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് വേണമെന്ന് നമ്മൾ അത്രയും ശക്തിയോടെ ആഗ്രഹിച്ചാല് പ്രപഞ്ചത്തിന് അത് നൽകിയേ പറ്റൂ എന്നാണ് മോഹൻലാൽ അന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും മോഹൻലാലിന്റെ അഭിനയത്തിന്റെ കഴിവുണ്ട്, അതിന്റെ കൂട്ടത്തില് ഇങ്ങനെ ഒരു ഇതിന് സാധ്യതയെ കുറിച്ചിട്ട് അന്ന് പറഞ്ഞായിട്ട് എനിക്കൊരു അതെ. ഓർമ്മയുണ്ട്. ഞാനത് ഓർക്കുന്നുണ്ട്. ഞാൻ ആ ക്ലിപ്പ് എന്റെ സിസ്റ്റത്തിൽ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് പരകായ പ്രവേശം എന്ന് പറയുന്നത് സാറേ. അതെ 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 അതെ. ആ സമയത്ത് അവരവരല്ലാതായി പോകുന്ന ഒരവസ്ഥ, അതൊരു മറ്റൊരു ബോധത്തിന് സ്വയം സമർപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റൊരു ബോധം നമ്മളെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകും. നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഇതിന്റെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കാനായിട്ട് എന്തെല്ലാം ബ്ലോക്കുകളാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ളത്? എല്ലാവർക്കും എന്തുകൊണ്ടാണ് വരാത്തത്? എല്ലാവർക്കും വരാത്തത് വളരെ നന്നായി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാൻ. നോക്കൂ, ഇപ്പോ നമ്മുടെ ചുറ്റും ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ട്, പല വിധത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. പക്ഷെ പലതും നമ്മൾ അറിയുന്നില്ല. അതിന് കാരണം എന്താ? നമ്മൾ അതിനേക്കാൾ വലിയ കുറേയധികം ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിലാണ്, അല്ലേ? വേറൊരു ചെറിയ ഉദാഹരണമായിട്ട് വരും. നമ്മൾ വലിയ ഒരു ഗാനമേള നടക്കുന്ന ഒരു ഉത്സവ പറമ്പിൽ നിൽക്കുകയാണെന്നിരിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ അടുത്തുനിന്ന് ഒരു സുഹൃത്ത് നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്കത് കേൾക്കാൻ പറ്റുമോ? ഇല്ല, കേൾക്കാൻ പറ്റില്ല. കേൾക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നുകിൽ പുറമേയുള്ള ശബ്ദ കോലാഹലങ്ങളെ ഇല്ലാതാക്കണം, അതല്ലെങ്കിൽ നമ്മുടെ ചെവി അദ്ദേഹത്തിന് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊടുക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഈ പുറമേയുള്ള ശബ്ദ കോലാഹലങ്ങളെ, ഈ പറയുന്ന പാട്ടും മറ്റു ബഹളങ്ങളും ഒക്കെ, ഭൗതികതലത്തിൽ ഞാൻ ഉദാഹരണം മാത്രമാണ് പറയുന്നത്, നിർത്തുക എന്നുള്ളത് നമുക്ക് അത്ര എളുപ്പമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങള് പ്രപഞ്ചത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാൻ പറ്റും. മറ്റുള്ളതിൽ നിന്നെല്ലാം ശ്രദ്ധ മാറിയിട്ട് പ്രപഞ്ചത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ അങ്ങനെ സമർപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഏത് ശബ്ദ കോലാഹലങ്ങളിൽ നിന്നാണ് പുറത്തേക്ക് വരേണ്ടതെന്ന് അറിയാമോ? അറിയില്ല സാർ. നമ്മുടെ മനസ്സ് പുറപ്പെടുവിക്കുന്ന ശബ്ദ കോലാഹലങ്ങളുണ്ട് ചിന്തകളുടെ രൂപത്തില്. അതിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിനെ ആദ്യം ശാന്തമാക്കണം, എന്നിട്ട് പ്രകൃതിയിലേക്ക് മനസ്സിനെ കൊടുക്കുക. അപ്പൊ അതിനെ ശാന്തമാക്കാനും പ്രപഞ്ചത്തിലേക്ക് മനസ്സിനെ അർപ്പിക്കാനും ഉള്ള ഗംഭീരമായിട്ടുള്ള ഒരു മാർഗമാണ് മെഡിറ്റേഷൻ. യെസ്, താങ്ക് യു. അങ്ങനെ ചോദിക്കുമ്പോ സാറ്, നമുക്ക് ഈ എന്റൈറ്റിൽമെന്റ് എന്നൊരു കൺസെപ്റ്റ് വരില്ലേ? നമ്മൾ അതിന് കേട്ടില്ല. സാർ, അതിൻ്റെ കൂടെ ചേർത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ എന്റൈറ്റിൽമെന്റ് എന്ന് പറയില്ലേ സാറേ? നമുക്ക് അതിന് എന്റൈറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള യോഗ്യത ഉള്ളവരാണോ ഇല്ലയോ, ആ ഒരു ഫാക്ടർ എങ്ങനെയാണ് ഇതിൽ വരുന്നത്? ശരി, നമ്മൾ അതിനുള്ള യോഗ്യതയുള്ളവരാണോ എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളിലേക്ക് വരാം. രത്നാകരന്റെ യോഗ്യത എന്തായിരുന്നു? എന്നിട്ട് എങ്ങനെയാ അദ്ദേഹം യോഗ്യത നേടിയത്? അദ്ദേഹം തിരിച്ചറിവാണ് സംഭവിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ അനുഭവിക്കുമോ, നിങ്ങളുടെ കുടുംബം അനുഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു, ഇല്ല, അവരനുഭവിക്കില്ല എന്നാണ് പറയുന്നത്, അപ്പൊ ഞാനേ അനുഭവിക്കൂ. യെസ്. അപ്പൊ അതൊരു തിരിച്ചറിവാണ്. ഇങ്ങനെ നമ്മളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 1. 2, പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നമ്മൾ അവിടെ കൊടുക്കണം. ആത്മീയതയെ പറ്റി പറയുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള ഒരു ഭാവം നമ്മളിൽ വളർത്തുക.
അതല്ല എങ്കിൽ എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു ഭാവത്തിലേക്ക് മനസ്സിനെ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ സ്വയം സമർപ്പിച്ചു കൊടുക്കുക, അത് തന്നെയാണ് ആ മാറ്റത്തിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പറയൂ. ഓക്കെ. മിസ്റ്റർ രാജീവ്, താങ്കൾ പോയോ? കട്ടായി പോയി. സാർ നമസ്കാരം. നമസ്കാരം, പറയൂ. നമ്മളെ MT സാറിന്റെ നിര്യാണം കഴിഞ്ഞല്ലോ. അപ്പൊ അതിന് ആദ്യകാലത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു രചനകള് എനിക്കൊരു രത്നാകരനെ പോലെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവസാനം ആയപ്പോ അതൊരു വാൽമീകത്തിലേക്ക് എത്തിയ പോലെ ഒരു ഫീലിംഗ് ആയിട്ടാണ് ഈ പറയുന്ന ബോധത്തിനൊരു പ്യൂരിറ്റി സംഭവിക്കുന്നതാകാം. ഒന്ന് പ്യൂരിറ്റി സംഭവിക്കുന്നതാകാം. രണ്ട്, അനുകൂലമായിരിക്കുന്ന മറ്റ് ബോധതലങ്ങളുടെ സ്വാധീനവുമാകാം. ഇത് രണ്ടുമാകാം. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. അതിനെ നമ്മളിലേക്ക് സ്വരൂപിക്കാൻ അല്ലെങ്കിൽ അതായിട്ട് നമുക്ക് സ്വയം മാറാനുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതെന്നുള്ളതാണ്. പിന്നെ മറ്റെന്തെങ്കിലും പറയൂ. സാർ, ബോധത്തിന്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞത് അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ബോധത്തിന്റെ പ്യൂരിറ്റി എന്നല്ലേ സാർ? ശുദ്ധത. ശുദ്ധത രണ്ട് വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് താങ്കൾ കേട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നുകിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള ഒരു ഭാവം, അതല്ലെങ്കിൽ എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു സമർപ്പണം. അതായത് ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന അതേ ബോധം തന്നെയാണ് എന്നിലുമുള്ളത്, അല്ലെങ്കിൽ അതേ ബോധത്തിന്റെ ഭാഗം ഞാൻ കൂടി ചേർന്നതാണ് എന്നുള്ള ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുത്താൽ മതിയാകും. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, ഒരു മനോഭാവം നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും നമുക്ക് ദേഷ്യമോ സങ്കടമോ ഒന്നും ഉണ്ടാവില്ല, വെറുപ്പ് ഉണ്ടാവില്ല. അതുപോലെ ഒന്നിനെയും ഉപദ്രവിക്കാൻ തോന്നില്ല. ഒന്നിനെയും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാത്രമല്ല, പക്ഷികളായാലും മൃഗങ്ങളായാലും എന്തു തന്നെയായാലും ഒന്നിനെയും ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും തോന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെയാണ്. അതിനെ വേദനിപ്പിക്കുമ്പോൾ എനിക്കും വേദനിക്കും എന്നുള്ള ഒരു ബോധം, ആ ഒരു തിരിച്ചറിവ് ക്രമേണ അതിലേക്ക് വരും. താങ്ക് യു സർ. താങ്ക് യു. മറ്റെന്തെങ്കിലും? കഴിഞ്ഞു. ശരി. ഇനി നമ്മൾ കടക്കുന്നത് എങ്ങനെ നമുക്കൊരു ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ ലളിതമായിട്ട് പ്രവേശിക്കുന്നതിനുള്ള ഒരു മാർഗത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. വെറുതെ ഒന്ന് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് സാവധാനം കണ്ണുകൾ അടച്ചുകൊണ്ട് ദീർഘമായ ശ്വാസമുള്ളിലേക്ക് എടുത്ത് അതിനെ നിരീക്ഷിച്ചുകൊണ്ട്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള മറ്റു മാർഗങ്ങളുമുണ്ട്. അവിടെ ഒന്ന് ശരീരശുദ്ധി, കഴിയുന്നിടത്തോളം ശരീരശുദ്ധി വരുത്തിക്കൊണ്ട്. അത് ശരീരശുദ്ധി ഇതൊരു സാധാരണ മനുഷ്യന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിന്റെ ഉയർന്ന തലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ശരീരം എന്ന് പറയുന്ന ഒരു ബോധത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. ഒരു സാധാരണ ഒരു ശരാശരി വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതിന് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് തെറ്റിപ്പോകും. ശരീരശുദ്ധി വരുത്തുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേക്ക് കടക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട്, ഒരു പാതയായിട്ട് നമ്മൾ ശരീരത്തെ കാണാം. അപ്പൊ ഒരു പക്ഷേ ഇപ്പൊ ശരീരശുദ്ധി ഇല്ല എന്നിരിക്കട്ടെ, ശരീരം നിറയെ വൃത്തിഹീനമാണ്. വൃത്തിശുദ്ധി അതിനൊക്കെ വേറെ അർത്ഥങ്ങളും ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇതെല്ലാം പറയുന്നത് ഒരു സാധാരണ വ്യക്തി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കേട്ടോ. ഒരു സാധാരണ ശരാശരി വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ പറയുന്നതൊക്കെ തെറ്റിപ്പോവും. വീണ്ടും പറയാണ്. അപ്പോ ശരീരത്തിന് വൃത്തി കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകൾ ഈ വ്യക്തിക്ക് ഉണ്ടാകും. ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു ചൊറിച്ചിലുണ്ടാകുന്നിരിക്കട്ടെ, മനസ്സിന് ഏകാഗ്രത കിട്ടുമോ? കിട്ടില്ല. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെന്നിരിക്കട്ടെ, അത് തീർച്ചയായിട്ടും മനസ്സിനെയും അലോസരത്തിലേക്ക് നയിക്കും. അപ്പൊ അതുകൊണ്ട് ശരീരശുദ്ധി പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ വസ്ത്രങ്ങൾ കഴിയുന്നിടത്തോളം നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ അയഞ്ഞ വിധത്തിൽ ധരിക്കുക എന്നുള്ളതാണ്.
വൃത്തിയുള്ള വസ്ത്രങ്ങൾ എന്തിനാണെന്നറിയാം. അയഞ്ഞ വിധത്തിൽ ധരിക്കാൻ പറയുന്നതിന് കാരണം കൂടുതൽ ടൈറ്റായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഒരുപക്ഷെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വ്യക്തികളെ അസ്വസ്ഥതയിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അയഞ്ഞ വിധത്തിൽ ധരിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ കഴിയുന്നിടത്തോളം വൃത്തിയുള്ള, വലിയ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാത്ത, എത്രമാത്രം സൈലന്റ് ആയിട്ട് കിട്ടുമോ, എത്രമാത്രം നിശബ്ദമായിട്ട് കിട്ടുമോ ആ വിധത്തിലുള്ള ഒരിടം. അപ്പോൾ നിശബ്ദമായിട്ടുള്ള ഒരിടം തിരഞ്ഞെടുക്കാൻ പറയുന്നതിൻ്റെയും കാരണം മറ്റൊന്നല്ല, മനസ്സിനെ കൂടുതൽ ഏകാഗ്രതയിലേക്കും കൂടുതൽ ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടി തന്നെയാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരിടം, വൃത്തിയുള്ള ഒരിടം, ആ ഇടത്ത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിധത്തിൽ ഇരിക്കുക. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിധത്തിൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് പത്മാസനത്തിൽ നട്ടെല്ല് നിവർത്തിയിരിക്കാനാണ് പറയുന്നത്, ഒരു എൽ ഷേപ്പിൽ നിവർത്തിയിരിക്കാനാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് കൂടുതൽ പ്രയോജനകരമാകും. പക്ഷേ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലാണെങ്കിൽ പോലും അങ്ങനെ അധിക സമയം ഇരിക്കാൻ, ചിലപ്പോൾ കാലുമുട്ടുകളൊന്നും ഇപ്പോൾ പലർക്കും വളഞ്ഞു കിട്ടിയെന്ന് വരില്ല. അപ്പൊ അത് വ്യക്തികളിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. 1-2 പ്രാവശ്യം കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് കരുതി അവർ നിർത്തിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വിധത്തിൽ ഇരിക്കുക. എന്നിട്ട് കൈകൾ കഴിയുന്നിടത്തോളം മടിത്തട്ടിൽ ഇങ്ങനെ വെക്കുക. മടിത്തട്ടിൽ ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാനാണ് പറ്റുന്നതെങ്കിൽ ഇങ്ങനെ വെക്കുക. ഏറ്റവും സുഖകരമായിരിക്കണം, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. ആ വിധത്തിൽ നിങ്ങൾ വെക്കുക. പിന്നെ അവിടെ ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ആത്മീയ തലത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചില മുദ്രകളൊക്കെ ഉണ്ട്, ചിന്മുദ്ര തുടങ്ങിയ ചില മുദ്രകളൊക്കെ ഉണ്ട്. അത് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ തുടക്കം മാത്രമാണ് ഇവിടെ പറയുന്നത്. കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, എന്നിട്ട് സാവധാനം കണ്ണുകൾ അടയ്ക്കുക. അപ്പൊ ഈ സാവധാനം കണ്ണുകൾ അടയ്ക്കുക എന്ന് പറയുമ്പോൾ ആ കണ്ണുകൾ അടയ്ക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടയ്ക്കണം. ടപ്പേന്ന് കറണ്ട് പോകുന്ന മാതിരി കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആസ്വദിക്കാനോ അതിനെ നമുക്ക് നിരീക്ഷിക്കാനോ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. ആ അവസാനത്തെ പോയിന്റ്, കണ്ണടയ്ക്കുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള കാഴ്ച നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. മനസ്സിലായി? പിന്നീട് അത് വിട്ടുകളയേണ്ടതാണ്, അതിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ സാവധാനം കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുന്നത്, മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറുന്നത്, അത് ശ്വാസനാളത്തിലൂടെ ശ്വാസകോശങ്ങൾ ഇങ്ങനെ നിറയുന്നത്, ശ്വാസകോശം വികസിക്കുന്നത്, ചുരുങ്ങുന്നത്, വായു പുറത്തേക്ക് പോകുന്നത്, ഇങ്ങനെ ശ്വാസത്തിന്റെ ഓരോ ഗതിയും പൂർണ്ണമായിട്ടും ബോധപൂർവം തന്നെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. പൂർണ്ണമായിട്ടും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെ എത്രത്തോളം സമയം നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുമോ അത്രത്തോളം സമയം ചെലവഴിക്കാം. അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നത് 2 കാര്യമുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരബോധം നമുക്ക് നഷ്ടമാകും. ശരീരം എന്നുള്ള അവസ്ഥ, നമ്മുടെ ഇരിപ്പും നമ്മുടെ കൈകാലുകളുടെ അവസ്ഥയും ഒക്കെ നമുക്ക് നഷ്ടമാകും. അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ വ്യക്തികൾക്കുണ്ടാകും. ആ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പൊ പറയാത്തതിന് കാരണം മറ്റൊന്നുമല്ല, അത് വ്യക്തികൾക്കനുസരിച്ചിട്ട് വ്യത്യസ്തമാണ്. മാത്രമല്ല, ഇപ്പൊ ഏതെങ്കിലും ഉദാഹരണത്തിന് എന്ന് പറഞ്ഞൊരു അനുഭവം ഞാൻ പറഞ്ഞാൽ പോലും ആ അനുഭവത്തിനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്കുള്ള അനുഭവം അതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റൊന്നിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള യഥാർത്ഥ അനുഭവം നിങ്ങൾക്ക് മിസ്സായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാനിപ്പോൾ പറയുകയാണ്, വലതു ഭാഗത്തൊരു നക്ഷത്രം ഉദിച്ചു വരുന്നത് നിങ്ങൾ കാണുമെന്ന് പറയുകയാണ്. നിങ്ങൾക്കുള്ള നക്ഷത്രം ഉദിക്കുന്നത് ചിലപ്പോൾ ഇടത് ഭാഗത്തായിരിക്കും. അപ്പോൾ വലതു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾ കാണാതെ പോകും. അപ്പൊ അതുകൊണ്ട് അവിടെ നിരുപാധികം വിട്ടുകൊടുത്തേക്കുക. എന്താണോ സംഭവിക്കുന്നത് അതിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തേക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും മനസ്സ് അവിടെ അർപ്പിച്ചു കൊടുത്തേക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ അത് വിട്ടുകൊടുത്തേക്കുക. എത്രമാത്രം സമയം അതിനെ ആസ്വദിച്ചുകൊണ്ട് അതിൽ ലയിച്ച് അതായി തീർന്നിരിക്കാൻ പറ്റുമോ അത് പൂർണ്ണമായിട്ടും അനുഭവിക്കുക. ഇത് ഒരു വളരെ ലഘുവായിട്ടുള്ള ഒരു മാർഗമാണ്. ഇനി ഒരു മാർഗം കൂടി പറയാം. ഒരു മാർഗം കൂടി എന്ന് പറഞ്ഞാൽ, മറ്റ് പ്രൊസീജിയറുകളെല്ലാം ഇതുപോലെ തന്നെയാണ്. ശുദ്ധമായിട്ട് ശരീരവും വസ്ത്രങ്ങളും എല്ലാം ശുദ്ധമാക്കിയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. സാവധാനം കണ്ണുകൾ അടയ്ക്കുക.
ശ്വാസത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു ഒരു ചെറിയ മയക്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുക്കുക. ശരീരത്തെയും മനസ്സിനെയും ഒരു ചെറിയ മയക്കത്തിലേക്ക് പോകാൻ അനുവദിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ പുരിക മധ്യത്തില് ഈ ഭാഗത്ത് ഒരു പ്രകാശത്തെ കാണുക. ഒരു പ്രകാശത്തെ രണ്ടല്ല പല വിധത്തിൽ ചെയ്യാം. പക്ഷെ ഒന്ന്, ഇവിടെ തന്നെ ആ പ്രകാശത്തെ നമ്മൾ സ്വയം സങ്കല്പിച്ചുകൊണ്ട് സ്വയം കണ്ടുകൊണ്ട് അതിലേക്ക് മാത്രമായിട്ട് പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ച് വിട്ടുകൊടുത്തേക്കുക. ഒന്ന്. ഇനി അതല്ലെങ്കിൽ അതിൽ തന്നെ മറ്റൊരു വിധത്തിൽ ചെയ്യുന്നത്, പ്രപഞ്ചത്തിലെ ഒരു പ്രകാശം നമ്മൾ കാണുക. വളരെ വിദൂരത്തില് വളരെ ശക്തമായിട്ടുള്ള, എന്നാൽ നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനവും തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രകാശത്തെ കാണുക. ഒരു വളരെ വലിയ പ്രകാശഗോളത്തെ കാണുക. അത് സാവധാനം ചെറുതായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ടും ഈ ഭൂമധ്യത്തിൽ പ്രവേശിക്കുന്നതായിട്ടും കണ്ടിട്ട് അതിനെ അവിടെ പൂർണ്ണമായിട്ടും അനുഭവിച്ച് അതിലേക്ക് പൂർണ്ണമായിട്ടും മുഴുകിക്കൊള്ളുക. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ആർക്കും ഏത് പ്രായക്കാർക്കും ഏത് സാഹചര്യത്തിലും ചെയ്യാൻ പറ്റുന്ന 2 സിമ്പിൾ മെഡിറ്റേഷൻസ് ആണ്. അപ്പൊ ഇവിടെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ശുദ്ധി, വൃത്തി, അതായത് ശാരീരികമായിട്ടുള്ള, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ ഈ വിധത്തിലുള്ള ധ്യാന രീതികൾക്ക് അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല. ഏത് സാഹചര്യത്തിലും ചെയ്യാൻ പറ്റും. ശാരീരിക പരിമിതികളോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും മാനസികാവസ്ഥയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ കടന്നു പോകാൻ സാധിക്കും. ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ധ്യാന രീതികളിലോ മറ്റു കാര്യങ്ങളിലോ കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കൂ. അതല്ലെങ്കിൽ ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം, നിർത്താം. പറയൂ. ഈ ധ്യാനത്തിൽ പോകുന്ന സമയത്ത് ചിന്തകൾ കട്ട് ചെയ്യണമെന്നുണ്ടോ? ആഗ്രഹങ്ങൾ, ചിന്തകൾ സ്വാഭാവികമായിട്ടും അവിടെ കട്ടാകും. അതിന് കാരണം എന്താന്ന് പറഞ്ഞാല്, നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഒരുപാട് സവിശേഷതകളുള്ള കൂട്ടത്തിലുള്ള ഒരു സവിശേഷതയാണ് അവന് ഒരു സമയത്ത് ഒരു കാര്യത്തിലേക്ക് മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഒന്നുകിൽ ഈ പറയുന്ന പ്രകാശത്തിലേക്കോ അതല്ലെങ്കിൽ ശ്വാസത്തിലേക്കോ ശ്രദ്ധിക്കുന്ന സമയത്ത് മറ്റ് ചിന്തകൾ അവിടെ ക്രമേണ കുറഞ്ഞ് അതിന്റെ തീവ്രത കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ തുടക്കത്തിലെങ്കിൽ പോലും ഒരു പക്ഷേ മറ്റ് ചിന്തകൾ ഇടയ്ക്ക് കടന്നു വരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ മറ്റ് ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ശ്രദ്ധ ബോധപൂർവം തന്നെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ക്രമേണ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് ചിന്തകൾ കടന്നു വരുന്നതിന്റെ ഇന്റൻസിറ്റി കുറയും, തീവ്രത കുറയും. അതുപോലെ അതിന്റെ ഇടവേളകളും സാവധാനം കുറഞ്ഞു വരും. ഒരു ഉദാഹരണത്തിന് നമ്മളൊരു 10 മിനിറ്റ് ഈ അവസ്ഥയിൽ ഇരിക്കുന്നു എന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം നിങ്ങൾ ഇരിക്കുമ്പോൾ ഓരോ മിനിറ്റ് ഇടവിട്ടിട്ട് ഈ പറയുന്ന ചിന്തകൾ കടന്നു വന്നേക്കാം. പക്ഷേ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ഒക്കെ ദിവസം ആകുമ്പോൾ ചിലപ്പോൾ ഈ 10 മിനിറ്റിനിടയിൽ 2 പ്രാവശ്യം മാത്രമേ ഈ ചിന്തകൾ കടന്നു വരൂ. പിന്നെയും കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ 10 മിനിറ്റിനിടയിൽ 1 പ്രാവശ്യം മാത്രമേ കടന്നു വരൂ. പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ 10 മിനിറ്റിനിടയിൽ 1 പ്രാവശ്യം പോലും കടന്നു വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. ക്ലിയർ ആയോ? താങ്ക് യു. മറ്റെന്തെങ്കിലും? സാർ നേരത്തെ പറഞ്ഞ കാര്യത്തിലേ, നമ്മള് മറ്റൊരു ബോധത്തെ നമ്മളിലേക്ക് സ്വരൂപിക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന്, നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക, ഒരു സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക കാര്യത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നൃത്തമാണെങ്കിൽ അങ്ങനെ, സംഗീതമാണെങ്കിൽ അങ്ങനെ, എഴുത്താണെങ്കിൽ അങ്ങനെ, ആ ഒരു പ്രത്യേക കാര്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലൊരു സങ്കല്പം കൊടുക്കുക. എൻ്റെ ഇന്ന കാര്യത്തിന് അനുകൂലമായ ഊർജരൂപങ്ങളെ ഞാൻ എന്നിലേക്ക് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിധത്തിലുള്ള ഒരു മനോസങ്കല്പം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. സാർ, ഒരു സംശയം കൂടി. സാർ, ഇടയ്ക്ക് ഈ മെഡിറ്റേഷന് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനുമായി കണക്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ മെഡിറ്റേഷൻ സമയത്ത് നമ്മുടെ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് പിന്നെ എപ്പോഴായിരിക്കും ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരിക? മെഡിറ്റേഷന് ശേഷം ചെയ്യേണ്ടതായിരുന്നു? അത് മെഡിറ്റേഷന് ശേഷം മനസ്സ് ശാന്തമായിരിക്കുന്ന, മനസ്സ് തീവ്രമായിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണത്തിന്,
ഒരു വൈറ്റ് ബോർഡിൽ എന്തെങ്കിലും എഴുതുന്നതിന് മുമ്പ് ആ വൈറ്റ് ബോർഡ് വൃത്തിയാക്കാറില്ലേ? അല്ലെങ്കിൽ നിറയെ കുത്തും കോമയും ബഹളവും ചിത്രങ്ങളും ഒക്കെ കിടക്കുന്ന ഒരു വൈറ്റ് ബോർഡ് ഉണ്ടെന്നിരിക്കട്ടെ, അതിന്റെ മുകളിൽ നമ്മൾ കൊണ്ട് എഴുതിയാൽ ആ എഴുതിയത് വായിക്കാൻ നമുക്ക് പോലും പറ്റില്ല, അല്ലേ? അതേസമയം അതെല്ലാം മായ്ച്ച് വൃത്തിയാക്കി നല്ല ക്ലാരിറ്റി ഉള്ള വൈറ്റ് ബോർഡിന്റെ മുകളിൽ എഴുതി കഴിഞ്ഞാലോ വ്യക്തമായിട്ട് നമുക്കും വായിക്കാം, മറ്റുള്ളവർക്കും വായിക്കാം. ഇത് തന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ സംഭവിപ്പിക്കുന്നത്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് ഏറ്റവും പ്യുവറായിരിക്കുന്ന ആ സമയത്ത് നമുക്ക് വേണ്ട ചിന്തകളെ നമ്മൾ അതിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. അതിലൂടെ 2 കാര്യങ്ങൾ സംഭവിക്കാം ഏറ്റവും ചുരുങ്ങിയ പക്ഷം. 1, നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് അത് പോകും. 2, അതിലൂടെ ഈ പറയുന്ന പ്രപഞ്ചബോധത്തിലേക്കും ഈ ചിന്തകൾ പോകും. ഇത് രണ്ടും മാനിഫെസ്റ്റേഷനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും. ക്ലിയർ? താങ്ക് യു സർ. മറ്റെന്തെങ്കിലും? ശരി, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ആരാധനാലയങ്ങളിലും അതുപോലെ ചില പ്രത്യേക ഇടങ്ങളിലും, പ്രത്യേക ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ചില മഹാത്മാക്കൾ ജീവിച്ചിരുന്ന ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളുമൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് കഴിയുന്നിടത്തോളം അല്പമെങ്കിലും സാധിക്കുമെങ്കിൽ, സാഹചര്യം അനുകൂലമാവുമെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു ശാന്തമായിട്ടുള്ള ഒരിടം കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരിടം കണ്ടെത്തി ഒരല്പസമയം ധ്യാനത്തിൽ ഏർപ്പെടുക. ആ ഇടത്ത് നിലനിന്നിരിക്കുന്ന ആ ഊർജത്തെ നമ്മളുമായിട്ട് സമന്വയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ശിവഗിരിയിൽ പോവുകയാണെന്നിരിക്കട്ടെ, നാരായണ ഗുരു സ്വാമി ജീവിച്ചിരുന്ന ആ ഒരിടത്ത് പോവുകയാണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിൽ നിലനിന്നിരിക്കുന്ന ആ ഊർജവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കുന്ന ആ ഊർജങ്ങളും അതിന്റെ സ്വാധീനം ഇപ്പോഴും ആ ഇടത്ത് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിലനിന്നുകൊണ്ട് ഈ പറയുന്ന ഊർജങ്ങളെ നമ്മളിലേക്ക് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് സമന്വയം പ്രാപിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഫലപ്രാപ്തി തരും. ഇപ്പോൾ ഒരു പക്ഷെ അന്നേരം മറ്റൊരു സംശയം ചോദിച്ചേക്കാൻ, ഞാനിപ്പോ എവിടെയാണോ ഇരിക്കുന്നത്, ഇപ്പൊ ഞാൻ എൻ്റെ ഓഫീസിലാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ഇടങ്ങളിലായിരിക്കും ഇരിക്കുന്നത്, അതാത് ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് സാധ്യമല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധ്യമാണ്. തീർച്ചയായിട്ടും സാധ്യമാണ്, അതിനൊരു തടസ്സവുമില്ല. കാരണം ഇതിനൊന്നും പരിമിതികളില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അതാത് ഇടങ്ങളിൽ ഒരു ശരാശരി വ്യക്തിയായിട്ടുള്ള ഒരാൾക്ക് സാധ്യതകൾ കൂടുതലാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ എടുത്തായാലും നാരായണ ഗുരുസ്വാമികൾ എടുത്തായാലും മറ്റിടങ്ങളിലൊക്കെ ആയാലും ശരി, അതാത് ഊർജങ്ങൾ ഭൗതിക തലത്തിൽ നിലനിന്നിരുന്ന ഇടങ്ങളിൽ കൂടുതൽ സാധ്യതയുണ്ട്. മറ്റിടങ്ങളിലും സാധ്യതയുണ്ട്, പക്ഷെ ആ ഇടങ്ങളിൽ ഒരു ശരാശരി വ്യക്തിക്ക് കൂടുതൽ സാധ്യത. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു സാധാരണ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതിന്റെ ഹയർ ലെവലിലേക്ക് പോയാൽ ഈ പറഞ്ഞൊക്കെ തെറ്റിപ്പോകും. ഓക്കെ, മറ്റെന്തെങ്കിലും പറയൂ. സാർ, ഇപ്പൊ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ, ഒരു ഗുരു താമസിച്ചിരുന്ന സ്ഥലം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനായിട്ട് നമ്മൾ അത് റെഡി ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ചാനൽ പോലെ ആകുക എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ അതിന്റെ ഔട്ട്കം എന്താണ് സാർ? ആക്ച്വലി നമ്മൾ അത് ചാനൽ ആകുന്നു, അതിൽ നിന്നും ആ എനർജി നമ്മളിലേക്ക് വന്നാൽ അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ഔട്ട്കം? ഊർജത്തിൽ നിലനിന്നിരുന്ന അറിവുകളും കഴിവുകളും അതിന്റെ ഒരു ഭാഗമെങ്കിലും ആർജിക്കാൻ നമുക്കും സാധിക്കും. ഇപ്പോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോ ഈ കുപ്പിയിലേക്ക് കുറച്ച് ചുവന്ന നിറത്തിലുള്ള മഷി ഒഴിച്ചു എന്നിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ മഷി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിക്കഴിഞ്ഞാലും, പൂർണ്ണമായിട്ട് അവസാനത്തെ തുള്ളിയും ഈ പാത്രത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റിക്കഴിഞ്ഞാലും ചിലതെല്ലാം അവിടെ എവിടെയായിട്ട് അവശേഷിക്കില്ലേ? അത് തന്നെ നമ്മളിൽ സംഭവിക്കും. അവരിലൂടെ കടന്നു പോയിരിക്കുന്ന നല്ല ചിന്തകള്, വൈകാരിക ഭാവങ്ങള്, അറിവുകള്, അനുഭവങ്ങള്, അതിൻ്റെ എല്ലാം ചില പ്രതിഫലനങ്ങൾ നമ്മളിലും അവശേഷിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് എത്രത്തോളം എന്നുള്ളത് നമ്മൾ അതിനോട് എത്രമാത്രം താതാത്മ്യം പ്രാപിക്കാൻ സാധിച്ചു എന്നുള്ളതിന് ആനുപാതികമായിരിക്കും. സാർ, ഇതോടെ ചേർന്ന് നമ്മൾ പറയും, നമ്മൾ ഒരു ഗുരുവിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഗുരുവിനെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ സാർ? ആക്ച്വലി അപ്പൊ പല ഗുരുക്കന്മാരുടെ അടുത്ത് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞതുപോലെ യെസ്, അതിനുള്ള കാരണങ്ങളുണ്ട്. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഈ പറയുന്നതിൽ മെജോറിറ്റിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന മാതിരി സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം മാത്രമാണ്.
കാരണം ഒരേ അറിവ് വ്യത്യസ്തങ്ങളായ വിധത്തിൽ പകർന്നു കൊടുക്കാൻ ഗുരുക്കന്മാർക്ക് സാധിക്കും. പക്ഷെ അത് അതേ വിധത്തിൽ ഉൾക്കൊള്ളാൻ ആ ശിഷ്യന് സാധിച്ചില്ല എങ്കിൽ ശിഷ്യൻ ആശയക്കുഴപ്പത്തിലാവും. അതുകൊണ്ടാണ് വ്യത്യസ്തരായിട്ടുള്ള ഗുരുവിനെ തേടേണ്ടതില്ല എന്ന് ചിലയിടങ്ങളിൽ പറയുന്നത്. അത്രേ ഉള്ളൂ. മറ്റെന്തെങ്കിലും? മറ്റെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ശരി, അപ്പോ അങ്ങനെയാണ് എങ്കിൽ തൽക്കാലം നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഒരു കാര്യം കൂടി സാറ് ഇടയ്ക്ക് ഇപ്പൊ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത് പറയുന്നതെല്ലാം സാധാരണ മനുഷ്യരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, സാധാരണ വ്യക്തികൾക്ക് വേണ്ടി. അപ്പൊ എന്റെ സംശയം, ഇപ്പം അസാധാരണമായ വ്യക്തികളാണെങ്കിൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ശുദ്ധിയുടെ കാര്യം പറയുമ്പോഴും സാറ് പറയുന്നുണ്ടായിരുന്നു അത് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ശുദ്ധിയുടെ കാര്യം. അപ്പൊ ഈ അസാധാരണമായ അല്ലെങ്കിൽ കുറെ ഉയർന്ന തലങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് ഈ ശുദ്ധി വേണ്ടെന്നാണോ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അവിടെ ഈ വാസ്തവത്തിൽ എന്താണ് ശുദ്ധി എന്ന് പറയുന്നത്? ശുദ്ധി, വൃത്തി എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മളെ അലോസരപ്പെടുത്തുന്ന സംഗതികളെയാണ് നമ്മൾ അശുദ്ധി എന്ന് പറയുന്നത്, അല്ലേ? ശരിയല്ല? അതൊരു സ്മെല്ലായിക്കോട്ടെ, ഒരു വസ്തുവായിക്കോട്ടെ, നമ്മളെ അലോസരപ്പെടുത്തുന്ന സംഗതികളെയാണ് നമ്മൾ അശുദ്ധി എന്ന് പറയുന്നത്, ശരിയല്ലേ? അതെന്തുകൊണ്ടാണ് നമ്മളെ അലോസരപ്പെടുത്തുന്നത്? ഇപ്പൊ ഒരു ഈച്ച നമ്മുടെ മേത്ത് വന്നിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിക്ക് അത്ര ഇഷ്ടാവില്ല, അല്ലേ? പക്ഷെ നോക്കൂ, നമ്മുടെ ബോധതലം ഒരു അല്പം ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ ഈച്ചയും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അലോസരമല്ല, അത് അശുദ്ധിയുമല്ല. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ആ ഒരു ഉയർച്ച വേണം. ആ ഒരു ഉയർച്ച, മാനസികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ച വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല. അത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഉയർന്ന തലത്തിലുള്ള സന്യാസിമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് അവരുടെ ഭക്ഷണം, അവർ ചിലപ്പോൾ മാംസം ഭക്ഷിക്കും, അവരുടെ വിഗ്രഹത്തിന് മാംസം സമർപ്പിക്കും, ചിലപ്പോൾ മാംസം കൊണ്ട് പൂജകൾ ചെയ്യുമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാംസവും പുഷ്പവും ഒരേ വിധത്തിൽ തന്നെയാണ്, അതിലപ്പുറവും ഒരേ വിധത്തിൽ തന്നെയാണ്. പക്ഷെ ഒരു സാധാരണ ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധ്യമല്ല. ആ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കുകയുമില്ല. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? അത് ക്ലിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറ്റെന്തെങ്കിലും? ധ്യാനം എത്ര ടൈംസാണ് ചെയ്യേണ്ടത്? അത് വ്യക്തികൾക്കനുസരിച്ച്. നിങ്ങൾക്ക് എത്രമാത്രം കൂടുതൽ സമയം ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം കൂടുതൽ സമയം ചെയ്യുക. ചോദിച്ചത് നന്നായി. അതോട് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം കൂടി പറയണമെന്ന് ഇപ്പൊ തോന്നുന്നു. അതായത് നമ്മള് വീണ്ടും അതേ വാക്ക് ഉപയോഗിക്കുകയാണ്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയിൽ കവിഞ്ഞ് ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഭൗതിക ജീവിതത്തിൽ ഒരു പക്ഷേ ചില താളപ്പിഴകൾ എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാമോ എന്ന് അറിയില്ല, ചില സംഗതികൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലായോ? കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും മനസ്സും മനോഭാവവും കാഴ്ചപ്പാടുകളും എല്ലാം മാറും. ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ മുഴുവൻ കാര്യങ്ങളും മാറും. അന്നേരം നമ്മുടെ വേറൊരാൾ, ഒരു പ്രിയപ്പെട്ട, നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആകാം, വേറൊരാളാകാം, നമ്മളെ വഴക്ക് പറയുമ്പോൾ പോലും നമുക്ക് ശരി, വളരെ സന്തോഷത്തോടു കൂടി നിലനിൽക്കാൻ പറ്റും. അപ്പൊ അവര് ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നതെങ്കിൽ പോലും ശരി, അത്രേ സംഭവിച്ചുള്ളൂ, അല്ലേ? അപ്പോഴും പറയും എന്തോ കുഴപ്പമുണ്ട്, കഴിഞ്ഞ വെബിനാറിൽ പങ്കെടുക്കുന്നത് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് രാത്രി വെബിനാർ കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയതാണ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള പല ആഗ്രഹങ്ങളോട് ഉള്ള ഒരു തീവ്രമായിട്ടുള്ള നിലപാട്, തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ തീവ്രതയിലൊക്കെ കുറവുകൾ വരും. കാരണം തിരിച്ചറിവുകൾ മാറും. ഇപ്പൊ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ സദാസമയം കളിക്കണം, പുതിയ കളിപ്പാട്ടങ്ങൾ വേണം, ഒക്കെ ആയിരിക്കും. പക്ഷെ കുറച്ച് മുതിർന്നു വരുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും, അതിലൊന്നും കാര്യമില്ല. അപ്പോഴേക്കും നമ്മുടെ കാഴ്ചപ്പാട് മാറിയത് കൊണ്ടാണ്. അതുപോലെ നമ്മുടെ ഒരു സ്പിരിച്വൽ സൈഡ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഇപ്പോഴത്തെ പല ആഗ്രഹങ്ങളും വേണ്ട എന്ന് വെക്കാൻ, ഉപേക്ഷിക്കാനോ അതിന്റെ തീവ്രത കുറയ്ക്കാനോ ഒക്കെ സ്വയം നമുക്ക് സാധിക്കും, നമ്മൾ പോലും അറിയാതെ നമുക്ക് സാധിക്കും. ഒന്ന് പിന്നെ അതുപോലെ ഇനിയുമുണ്ട് മറ്റൊരു വശം കൂടി. നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു ബോധതലങ്ങളുടെ സ്വാധീനം നമ്മളിൽ ഉണ്ടാകുന്നതോടുകൂടി നമ്മൾ മറ്റൊരാളായിട്ട് മാറും. താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ MT സാറിന്റെ കാര്യം തന്നെ,
ആദ്യം അദ്ദേഹം വേറെ വിധത്തിലായിരുന്നു, പിന്നീട് മാറി എന്ന് പറഞ്ഞില്ലേ. അതുപോലെയുള്ള മാറ്റം നമ്മളിലും വന്നു കഴിഞ്ഞാൽ കൂടെയുള്ളവർക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൂടി മുന്നിൽ കാണേണ്ടതുണ്ട്. അത്രയേ ഉള്ളൂ. സാർ, ഒരേ ഒരു ക്വസ്റ്റ്യൻ. ഈ ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ ഒരുപാട് ചെയ്ത് ഇങ്ങനെ ഭക്തി മാർഗത്തിൽ പോയിട്ട് ചില ആൾക്കാർ ഭാവിയിൽ വിട്ടിട്ട് ഹിമാലയ പോകുന്നു, അങ്ങനെ പോയിരുന്ന അവര് ഈ സാധാരണ ലൈഫിൽ ക്ലിയർ ആയില്ല, കേൾക്കാൻ പറ്റിയില്ല. സാധാരണ നമ്മള് അമിതമായിട്ട് ധ്യാനം ചെയ്യുക അല്ലെങ്കിൽ അമിതമായിട്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാര് നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ ഫാമിലി ലൈഫിൽ നിന്ന് വിട്ട് വേറൊരു ലൈഫിലേക്ക് പോകുന്നത്. ഇപ്പൊ ഹിമാലയത്തിൽ പോയിരിക്കുന്നത്, അങ്ങനെ അവർക്ക് സാധാരണ ലൈഫുമായിട്ട് താതാത്മ്യമായിട്ട് പ്രാപിക്കാൻ പറ്റാത്തതാണോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മളിപ്പം ഫാമിലിയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെയാണ്. ശരി, അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സ് മറ്റൊരു തലത്തിലേക്ക് മാറി തുടങ്ങുമ്പോൾ ഈ പറയുന്ന മാതിരിയുള്ള പലതിനോടും ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് ആഗ്രഹിക്കും. ഒന്ന്, പിന്നെ എല്ലാവരെയും എന്നല്ല, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എങ്കിലും മറ്റ് പലതിൽ നിന്നും വിട്ടുനിൽക്കാനോ ഒളിച്ചോടാനോ ഉള്ള ഒരു മാർഗമായിട്ട് ഇത്തരം രീതികളെ എടുക്കുന്നവരുമുണ്ട്. ആത്മീയതയെ കാണുന്നവരുമുണ്ട്. മറ്റ് പലതിൽ നിന്നും ഒളിച്ചോടാനുള്ള മാർഗമായിട്ട് ഒരു എസ്കേപ്പിസം മാതിരി. അത്രയേ ഉള്ളൂ. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും? മറ്റെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഒന്ന് പറഞ്ഞു പോകാമെങ്കിൽ സെൻ മെഡിറ്റേഷൻ എന്താണ് എന്നുള്ളതാണോ? അതുമായിട്ട് നമ്മുടെ ഈ ധ്യാനമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ വേറെ എന്തെങ്കിലും? ഈ സെൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക സന്യാസ സമൂഹമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളും നിഷ്ഠകളും ഒക്കെ ഉണ്ട്. അതുപോലെ പല വിധത്തിലുള്ള അഘോരി മറ്റൊരു സന്യാസ സമൂഹമാണ്. അപ്പോൾ ഓരോ സന്യാസ സമൂഹങ്ങളും അവരവരുടെ വിശ്വാസത്തിനും അവരവരുടെ രീതികൾക്കും ആനുപാതികമായിട്ട് പിന്തുടരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ധ്യാന രീതികളുണ്ട്. അതിൽ ഒന്നാണ് ഈ സെൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം മെഡിറ്റേഷൻസ് വേറെയും ഉണ്ട്. കൃത്യമായിട്ട് സെൻ മെഡിറ്റേഷന്റെ രീതികൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ധ്യാന രീതികളിൽപ്പെട്ട ഒന്ന്, അത്രയാണ് എനിക്ക് അറിയുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. മറ്റെന്തെങ്കിലും? ഗൈഡഡ് മെഡിറ്റേഷനെ പറ്റി, ഗൈഡഡ് മെഡിറ്റേഷൻ ആണോ കുറച്ചും കൂടെ സാധാരണ വ്യക്തികൾക്ക് കൂടുതൽ അനുയോജ്യം? ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൈഡഡ് മെഡിറ്റേഷൻ കുറച്ച് നല്ലതായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധയെ അധിക സമയം പിടിച്ചു നിർത്താൻ ഒരു പക്ഷെ അവർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഗൈഡഡ് മെഡിറ്റേഷൻ വളരെയധികം ഗുണപ്രദമായിരിക്കും. അപ്പോൾ ഗൈഡഡ് മെഡിറ്റേഷൻ തിരഞ്ഞെടുക്കുമ്പോഴും ഒത്തിരി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ഗൈഡഡ് മെഡിറ്റേഷൻ അതാത് വ്യക്തികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗൈഡഡ് മെഡിറ്റേഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഉചിതമായതാണോ എന്നുള്ളത് ഒന്ന്. രണ്ട്, അതിൽ വന്നിരിക്കുന്ന വോയിസ് മോഡുലേഷൻ, അതിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്നുള്ളത്. മൂന്ന്, ആ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്നതാണോ എന്നുള്ളത്. വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാകും. ചിലപ്പോൾ ഒരു മതമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാകും. അതിനെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്നുള്ളത്. അതോ അതിന് വിരുദ്ധമായതാണെങ്കിൽ അത് നിങ്ങളുടെ അസ്വസ്ഥത സൃഷ്ടിച്ചേക്കാം. 4, അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഉണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയതാണോ എന്നുള്ളത്. അതല്ലെങ്കിൽ ചില വ്യക്തികളിലെങ്കിലും അതും അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം. മറ്റൊന്ന്, അത് ഒരു ടൈം പീരീഡ് ഉണ്ടാകും. ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 15 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ആകാം. അത്രയും സമയം നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഉള്ള മെഡിറ്റേഷൻ നിങ്ങൾക്ക് പറ്റൂ. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള മെഡിറ്റേഷൻ ചിലപ്പോൾ 1 മണിക്കൂറുള്ളതായിരിക്കും. അത് നിങ്ങളുടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഉചിതമായതാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഗൈഡഡ് മെഡിറ്റേഷൻ സ്വീകരിക്കാവൂ. ക്ലിയർ ആയോ? ശരി. മെഡിറ്റേഷൻ റെഗുലറായി തന്നെ എല്ലാ ദിവസവും ചെയ്തു പോകേണ്ടത് തന്നെയാണോ?
ചെയ്തു പോകുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, പല പ്രാവശ്യം മുഖം മിനുക്കുന്നു, ശരീരം പല പ്രാവശ്യം ശുദ്ധീകരിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കാനും മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും കുറച്ച് സമയം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഗുണപ്രദം തന്നെയാണ്. മറ്റെന്തെങ്കിലും? സാർ, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ? എല്ലാവർക്കും ചെയ്യാവോ അതോ ഫിസിക്കൽ ആയിട്ടുള്ള സാധാരണഗതിയിൽ എല്ലാവർക്കും ചെയ്യാം. പിന്നെ അവിടെ അപൂർവമായിട്ട് ചില പരിമിതികൾ വരുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില ശാരീരിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും അവരവർക്ക് ഉചിതമായിട്ടുള്ള മെഡിറ്റേഷൻ, കാരണം മെഡിറ്റേഷന്റെ പല ലെവൽസ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ നോക്ക്, ചില ആൾക്കാർക്ക് നടക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് ഓടാൻ പറ്റും, ചില ആൾക്കാർക്ക് അതിനേക്കാൾ വേഗതയിൽ ഓടാൻ പറ്റും, അല്ലേ? അപ്പോൾ അതുപോലെ അവരവരുടെ ശാരീരിക മാനസിക അവസ്ഥകൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള മെഡിറ്റേഷൻസ് തിരഞ്ഞെടുത്തുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മാറി നിൽക്കേണ്ടതില്ല. ശരി സാർ, ഇതോടനുബന്ധിച്ച് ഒരു കാര്യം നമ്മൾ കാണുന്നത്, നമ്മള് ഉത്സവങ്ങളോടനുബന്ധിച്ചോ അല്ലെങ്കിൽ പല സമയത്തും അവരുടെ ശരീരത്ത് ഏതോ ഒരു എനർജി വരുമ്പോഴത്തേന് അവർ തുള്ളുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ശരി, അത് അവർക്ക് ആ എനർജി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ സാർ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് ഒരു ഊർജം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പലപ്പോഴും നമ്മൾ കാണുന്ന ആ വിധത്തിലുള്ള തുള്ളലുകൾ എന്ന് പറയുന്ന കാര്യങ്ങള് അവര് മനസ്സിന്റെ മറ്റൊരു ബോധാവസ്ഥയിലേക്ക് സ്വയം എത്തിച്ചേരുകയാണ്. നമ്മൾ സെൽഫ് ഹിപ്നോസിസ് എന്നൊക്കെ പറയും. മനസ്സിന്റെ മറ്റൊരവസ്ഥയിലേക്ക്, അവരുടെ തന്നെ മനസ്സിന്റെ മറ്റൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ചിലപ്പോ അത്ഭുതമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അവിടെ അത്ഭുതമെന്ന് തോന്നുന്നത് അതേക്കുറിച്ചുള്ള ധാരണ കാണുന്ന വ്യക്തികൾക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതിലപ്പുറം അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുയർന്ന ബോധതലങ്ങളുടെ സ്വാധീനം ആ വ്യക്തികളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതിന് തള്ളിക്കളയാൻ പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ വരുന്നത്. വളരെ നല്ല വെബിനാർ സാർ. വളരെ ഒരുപാട് പീസ്ഫുൾ, റിലാക്സ് ആയിട്ടിരുന്ന് കേൾക്കാൻ സാധിച്ചു. ശരി. എന്തൊക്കെയോ സാറിനെ കൊണ്ട്, പ്രപഞ്ച ശക്തികൾ സാറിനെ കൊണ്ട് പല കാര്യങ്ങളും അങ്ങ് പറയിപ്പിച്ചത്. സാർ ഒരു പ്രത്യേക ഒരു മൂഡിലായിരുന്നു ഇന്ന്. സാധാരണ ക്ലാസ് എടുക്കുന്ന മാതിരി അല്ല, ഒരുപാട് റിലാക്സ് ആയിട്ട് പല കാര്യങ്ങളും സാർ തുറന്നു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് നിങ്ങളിൽ എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ പറ്റിയെന്ന് അറിയില്ല. ഇടയ്ക്കെപ്പോഴോ ഒരു വിട്ടുകൊടുക്കൽ സംഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചത്, എന്തെങ്കിലും ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ, നാളെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ ഒരുപക്ഷെ കിട്ടില്ല എന്ന് പറഞ്ഞതിനുള്ള കാരണം അതാണ്. അശ്വതി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അശ്വതിക്ക് കാര്യം പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പോ തൽക്കാലം നമുക്ക് പിരിയാവുന്നല്ലേ? ശരി. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതുപോലെയുള്ള കുറെ സന്മനസ്സുള്ള ആത്മാക്കളുടെ ഇടയിലൂടെ കടന്നു പോകാൻ ഉള്ള നിയോഗം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനും ഇതുവരെ ലഭിച്ചതിനും തുടർന്ന് ലഭിക്കുന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. ഇന്ന് ഒന്നുകൂടി അടിവരയിട്ട് ഞാനത് ആവർത്തിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഇങ്ങനെ ചെലവഴിക്കാൻ സാധിച്ചതിൽ. അറിവുകൾ പകർന്നു തരുന്ന എല്ലാ ഗുരുനാഥന്മാരുടെയും പാദബന്ധങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അറിവുകളിലേക്ക് നയിക്കുന്ന ഉയർന്ന ബോധതലങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം. ഗുഡ് നൈറ്റ്. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സർ. താങ്ക് യു. സെയിം ടു യു.